സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. ഗരുഡ പഞ്ചമി ഭാഗം 7. ഗുഹയ്ക്ക് പുറത്ത് 100 കുറുക്കന്മാർ നീണ്ട നാവുകൾ നീട്ടി അണച്ചു. അവറ്റകളുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. മാധവൻ ഒരു നിമിഷം അവറ്റയെ തുറിച്ചു നോക്കി. ഓഹോ, രുദ്രൻ കരുതിക്കൂട്ടി ആക്രമിക്കാൻ തന്നെയാ ഭാവം. ആത്മകഥം തെല്ലുറക്കിയായിപ്പോയി. പിഷാരടി അത് കേട്ട് നടുങ്ങി. ഇപ്പോ ശാരത്തേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിഷാരടിക്ക് മനസ്സിലായില്ലേ? മാധവൻ നേരത്തെ ചിരിയോടെ ചോദിച്ചു. ഒരു നിമിഷം കൊണ്ട് മനസ്സിന്റെ ഉത്കണ്ഠ അകറ്റാൻ മാധവന് കഴിഞ്ഞിരിക്കുന്നു. കരിയാച്ചന്റെ ദുർമരണം രുദ്രൻ ഇപ്പോഴാകും അറിഞ്ഞത്. ആ അറിവ് നൽകിയ കോപത്തിന്റെ പരിണിത ഫലമാകാം ഇത്. മാധവൻ നിലവിളക്കുകളിലേക്ക് എണ്ണ പകർന്നു. തിരി നീട്ടിവെച്ചു. ഗുഹാമുഖത്ത് കുറുക്കന്മാർ മുറുമാൻ തുടങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും അവ ഒന്നായി ഗുഹയിലേക്ക് ഇരച്ചു കുതിക്കാനും തക്കം പാർത്തിരിക്കുകയാണെന്ന് തോന്നും. ആരുടെയോ നിർദ്ദേശം മാത്രം ഇനി ലഭിച്ചാൽ മതിയാകും. തിരുമേനി, അങ്ങോട്ട് നോക്കൂ. അവറ്റകളുടെ എണ്ണയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നു. വെന്നിമല നിറയെ ഇപ്പോൾ കൂർക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് പിഷാരടി മാധവന്റെ തൊട്ടരികിലേക്ക് വന്നു. മാധവൻ അതിന് ചെവി കൊടുത്തില്ല. അയാൾ മനസ്സ് ഏകാഗ്രമാക്കിയ മനസ്സിൽ മന്ത്രങ്ങൾ ഉറവെടുപ്പിക്കുകയായിരുന്നു. മന്ത്രങ്ങൾ ഉറവെടുത്ത മനസ്സിന്റെ പ്രതിഫലനം അയാളുടെ ചുണ്ടിൽ ഓരത്തോളം എത്തി. കുറുക്കന്മാരുടെ മുറുമൽ കൂവലായി വളർന്നിരിക്കുന്നു. ചുവന്ന് നീണ്ട നാക്കുകൾ കൊണ്ട് അവറ്റകൾ നുണയുകയും കൂർത്തുമൂർത്ത നഖങ്ങൾ മണ്ണിൽ മാന്തി വലിക്കുകയും ചെയ്തു. പുറത്തേക്ക് നോക്കുന്തോറും പിഷാരടിയുടെ നെഞ്ചിൽ പമ്പമേളം മുറുകി. അവറ്റകൾ ഗുഹയിലേക്ക് കയറിവരുമെന്ന് തന്നെ പിഷാരടി വിചാരിച്ചു. ഇതിനു മുമ്പും കുറുക്കന്മാരുടെ കൂട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. രാവുകളിൽ വെന്നിമലയുടെ ചെരുവിലെ വനങ്ങളിൽ നിന്നവയുടെ ഓലിയിടലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം കുറുക്കന്മാരെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. കൂറുകൂറുത്ത് കൂരിരുട്ടിന്റെ കുഞ്ഞുങ്ങളെപ്പോലെ, ഇരുട്ടിന്റെ ഒരു തിരവന്ന് നുരയും പോലെ. എന്റെ വിജയാദ്രിനാഥ, ഇതെന്തിന്റെ ആരംഭമാണ്? മാധവൻ നമ്പൂതിരി അത് കണ്ട ഭാവം പോലും ഇല്ലല്ലോ. മാധവനോട് കൂടുതൽ അടുത്തിരുന്ന് അയാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സും കണ്ണുകളും ഊന്നി പിഷാരടിയിരുന്നു. മാധവൻ പൂർണ്ണമായും മാന്ത്രിക ലോകത്തേക്ക് കടന്നിറങ്ങിക്കഴിഞ്ഞിരുന്നു. അയാളുടെ ചുണ്ടുകളിൽ നിന്ന് അസ്പഷ്ടമായ മന്ത്രോച്ചാരണങ്ങൾ. ആ മിഴികൾ അർദ്ധനിമീലിതങ്ങളാണ്. വെന്നിമലയുടെ താഴ്വാരങ്ങളിൽ കാറ്റിന്റെ സിൽക്കാരം. ആ കാറ്റ് ഒരു കൊടുങ്കാറ്റായി രൂപപരിണാമം സംഭവിച്ചിരിക്കുകയാണ്. ഗ്രാമത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് നായകളുടെ കാലൻ കുവലുകൾ ഉയർന്നു തുടങ്ങി. അതൊന്നും മാധവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതിനു മീതിയായിരുന്നു ഗുഹാമുഖത്തെ കുറുക്കന്മാരുടെ ആരവം. പിഷാരടി മാത്രം എല്ലാം കേട്ടു, എല്ലാം അറിഞ്ഞു. അതാകട്ടെ അയാളെ അചേതനമായ ഒരവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. കിടുങ്ങി വിറച്ച് വിളർത്തു വിയർത്ത് മരവിപ്പിന്റെ ഒരു ലോകത്തേക്ക്. ഒരു കാൽനാഴിക നേരമേ മാധവൻ നമ്പൂതിരി ധ്യാനത്തിലിരുന്നുള്ളൂ. അർദ്ധനിമീലിത നേത്രം ഒരു ക്ഷണനേരം തുടർന്നു. നിലവിളക്ക് മുന്നിലെ ഒട്ടുകിണ്ടി കയ്യിലെടുത്തു. ആ കിണ്ടിയിലെ ജലത്തിലേക്ക് ഒരു പിടി പുഷ്പങ്ങൾ ആരാധിച്ചെറിഞ്ഞു. ഇരു കൈകളും കൊണ്ട് കിണ്ടി ഉയർത്തി നെഞ്ചോട് ചേർത്ത് ധ്യാനിച്ചു. മാധവന്റെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ ഗുഹാമുഖത്തെ നിലാവിലേക്കൊന്ന് പാളി. ആ ചുണ്ടിൽ നിന്ന് അഗ്നിമന്ത്രം ഇറുന്നു വീണു. മാധവന്റെ നീക്കം എന്തായിരിക്കുമെന്ന് പിഷാരടിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മാധവനാകട്ടെ പിഷാരടിയെ ശ്രദ്ധിച്ചതേയില്ല. അഗ്നിമന്ത്രം ചൊല്ലി കിണ്ടി നിലവിളക്കിന് മുന്നിൽ വെച്ചു. നിലവിളക്കിനും കിണ്ടിക്കും മുന്നിൽ കുമ്പിട്ട് തൊഴുതു. കിണ്ടിയുടെ മുഖം ഇരുകൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു മന്ത്രം ചൊല്ലാൻ തുടങ്ങിയായിരുന്നു മാധവൻ. അത് വായുമന്ത്രമാണ്. ആ മന്ത്രം ജപിച്ചു തീർന്ന മാത്രയിൽ ഗുഹാമുഖത്ത് കാറ്റിന്റെ ചൂളം വിളി കേട്ടു. ഗുഹയിൽ നിന്ന് എതിരെ വീശുന്നൊരു കൊടുങ്കാറ്റ് പൊടുന്നതിനെ രൂപം കൊള്ളുകയായിരുന്നു. പിഷാരടി മിഴിച്ചിരുന്നു. കാറ്റിന്റെ ശക്തി കൊണ്ട് കുറുക്കന്മാർ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാതെ കൂനിക്കൂടി പോകുന്നു. അത് ശ്രദ്ധിക്കാതെ ഇപ്പോൾ മാധവൻ മറ്റൊരു മന്ത്രം കൂടി ചൊല്ലി. ഇന്ദ്രമന്ത്രം. ഇന്ദ്രന്റെ വാൾ ആകാശവിധാനത്തിൽ പുളഞ്ഞു. ഇടിമിന്നലായി ചക്രവാളത്തിൽ നിന്ന് ചക്രവാളത്തിലേക്ക് അത് പാഞ്ഞു. ഒപ്പം ഘോര ശബ്ദത്തിൽ ഇടിമുഴക്കവുമുണ്ടായി. മാധവൻ വീണ്ടും കിണ്ടിയിലെ ജലമെടുത്തുയർത്തി. നിലവിളക്കിന് മുന്നിലെ ഇലക്കീറിലേക്ക് കിണ്ടിവാലിൽ നിന്ന് ജലം വീഴ്ത്തി. അഗ്നിമന്ത്രം വീണ്ടും ആവർത്തിച്ചു. അത്ഭുതകരമായിരുന്നു അതിന്റെ ഫലം. ഗുഹയ്ക്ക് പുറത്ത് ഘോരമാരി ചൊരിച്ചൊഴിയാൻ ആരംഭിച്ചിരിക്കുന്നു. തുള്ളിക്കൊരു കുടം നിന്ന് പെയ്യുകയാണോ മഹാമാരി. കൂർക്കന്മാരുടെ നീണ്ട ഭീതിതമായ കൂവൽ ഒരു ദയനീയ രോദനമായി പരിണമിച്ചിരിക്കുന്നു. തുടരെ മിന്നിപ്പൊലിയുന്ന സൗദാമിനി പ്രഭയിൽ പിഷാരടി ഗുഹാമുഖത്തെ ദൃശ്യങ്ങൾ ഒരു നോക്കു കണ്ടു.
വന്നുകൂടിയ കുറുക്കന്മാർ വേദന കൊണ്ട് പുളയുകയാണ്. പ്രാണരക്ഷാർത്ഥം അവറ്റകൾ നിലത്ത് കിടന്നുരുളുകയും ചെയ്യുന്നു. ഗുഹയിലേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു കാറ്റിന്റെ ചീള് ശരീരത്തൊഴുമിക്കിടന്നു പോയപ്പോൾ പിഷാരടി ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. കാറ്റിന്റെ ആ ഈർപ്പത്തിന് നീരാവിയുടെ നീറ്റൽ. പിഷാരടി നടുക്കത്തോടെ, അതിലേറെ അത്ഭുതത്തോടെ മാധവനെ ശ്രദ്ധിച്ചു. കണ്ണുപൂട്ടിയിരുന്ന് കിണ്ടിയിലെ ജലം അപ്പോഴും ഇലക്കീറിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് മാധവൻ. ഒരു മഹാധ്യാനത്തിൽ നിന്നുണരാതെയാണ് ആ പ്രക്രിയ അവൻ തുടരുന്നത്. പിഷാരടി പുറത്തെ മഴയ്ക്ക് നേരെയും മാധവന് നേരെയും മാറി മാറി കണ്ണയച്ചു. പുറത്തു പെയ്യുന്ന ഘോരമാരി സ്വാഭാവികമായ ഒരു മഴയല്ല, മാധവന്റെ മാന്ത്രിക പ്രയോഗമാണത്. തിളച്ച വെള്ളം പെയ്യുന്ന മഴ. മാധവന്റെ അഗ്നിമന്ത്രം ഫലപ്രാപ്തിയിലെത്തിച്ചിരിക്കുന്നു. കുറുക്കന്മാരുടെ ഞെരുക്കങ്ങൾ ക്രമേണ അടങ്ങുകയായി. അവ വന്നതുപോലെ അപ്രത്യക്ഷമാവുകയായി. ഒരൊറ്റ ജന്തു പോലും ബാക്കിയില്ലെന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ മാധവൻ കിണ്ടിയിൽ നിന്ന് ഇലക്കീറിലേക്കുള്ള ജലം വീഴ്ത്തൽ അവസാനിപ്പിച്ചു. അത്ഭുതം! പുറത്തെ പേമാരിയും തുള്ളി തോർന്നിരിക്കുന്നു. മാനത്തിന്റെ മാറു പിളർക്കുന്ന ഇടിമുഴക്കങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇന്ദ്രന്റെ സ്വർണവാൾ ഉറയിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രകൃതിയും നിതാന്ത നിശബ്ദതയിലേക്ക് തിരികെ വന്നിരിക്കുന്നു. മാധവൻ വീണ്ടും സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഇഷ്ടദേവതാ മന്ത്രം ആവർത്തിച്ചു. ആ മുഖത്ത് നിറഞ്ഞ ഒരു പുഞ്ചിരി ഉദയം ചെയ്തിരിക്കുന്നു. അതേ പുഞ്ചിരിയോടെ മാധവൻ പിഷാരടിയുടെ മുഖത്തേക്ക് നോക്കി. അത്യത്ഭുതത്തിന്റെ ഒരു ഹിമാലയൻ കൊടുമുടിയുടെ നെറുകയിലായിരുന്നു അയാൾ അപ്പോൾ. എനിക്ക് വിശ്വാസമാകുന്നില്ല, പിഷാരടി തനിയെ മന്ത്രിച്ചു. ഇപ്പോ രുദ്രനും അത് തന്നെയാകും തോന്നിയിട്ടുണ്ടാകുക. അതു പറഞ്ഞ് മാധവൻ ചിരിച്ചു. ഇനി പിഷാരടി ധൈര്യമായി ശാരത്തേക്ക് പൊയ്ക്കോളൂ. രുദ്രന്റെ ഒരു കുറുക്കനും ഭയപ്പെടുത്താൻ വരില്ല. നാളെ പകലെ തന്നെ ഇങ്ങോട്ട് പോന്നോളൂ. ഇതിന്റെ ബാക്കി നാളെയും ഉണ്ടാവാതിരിക്കില്ല. ഞാനുമായി ബന്ധമുള്ളൊരാൾക്കും ഒരപകടവും പറ്റാതിരിക്കാൻ വേണ്ടത് ഞാൻ നോക്കുന്നുണ്ട്. അതിനെതിരെ രുദ്രൻ തിരുമേനിയും ശ്രമിക്കട്ടെ. അവസാനത്തെ വിജയം ആർക്കാണെന്ന് കാണാമല്ലോ. അതിനിപ്പോഴെന്താ ഒരു സംശയം? ഇവിടത്തേക്കല്ലാതെ ആർക്കാ വിജയം ഉണ്ടാവുക? മാധവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പറയാനാവില്ല. രുദ്രൻ നിസ്സാരനാണെന്ന് ഒരിക്കലും കരുതണ്ട. ഓരോ തോൽവിയിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിച്ച് അയാൾ കൂടുതൽ കർമ്മോത്സുകനാകും. വിജയിക്കാൻ വേണ്ടി ഏത് ഹീനകർമ്മവും ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലല്ല അയാൾ. എന്റെ ഉപാസനമൂർത്തികളെക്കാൾ ഒട്ടും പിന്നിലല്ല അയാളുടെ ദുർമൂർത്തികളുടെ ശക്തിയും കഴിവും. പിന്നെ ഒരു ധൈര്യമേ ഈശ്വരചര്യത്തിനപ്പുറം നിലനിൽപ്പുള്ള ഏത് ശക്തിയാണ് ഈ ലോകത്തുള്ളത്? അങ്ങനെയൊന്നില്ലെന്ന് 100% വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരും ഒടുവിലെവിടെയാ ചെന്ന് ചേരുക? ഈശ്വരന്റെ പാതാരവിന്ദത്തിൽ. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. ശാശ്വതമായി ഒന്നേയുള്ളൂ, അതാ ശക്തിവിശേഷം തന്നെയാണ്. കുറുക്കന്മാരുടെ മുർമൽ ശബ്ദം ഒരലറിച്ച പോലെ ചെവികളിൽ വന്നലച്ചതുപോലെ. മാധവൻ ചിരിച്ചു. ഭയപ്പെടേണ്ട, ആദ്യവട്ടത്തെ വിജയം നമുക്കാണ്. ഇന്ന് രാത്രിയും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്നിരിക്കും. രുദ്രന്റെ ഒരു മൂർത്തിയെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. ഇതുപോലെ എത്രയെത്ര മൂർത്തികൾ ഏതേത് രൂപത്തിലാകും ഓരോ ദിവസവും എനിക്കെതിരെ വരുന്നത്. ഞാൻ തന്ന ചാർത്ത് കയ്യിലുണ്ടല്ലോ, അതനുസരിച്ചുള്ളതെല്ലാം ഇന്ന് വൈകിട്ടെത്തിക്കണം. പിഷാരടി അസ്തമയത്തിന് മുൻപേ ഗുഹയിലേക്ക് പോന്നോളൂ. ഇരുട്ടാൻ കാക്കണ്ട. അതുപോലെ സന്ധ്യയ്ക്ക് മുൻപേ സീതയോടും ശാരത്തെത്താൻ പറഞ്ഞേക്കണം. ഇനിയിപ്പോ ക്ഷേത്രത്തിലേക്കാ പോണതെന്നാലും. പിഷാരടിയുടെ നെഞ്ചിൽ ഒരു മുള്ളുടുക്കി. കുറച്ചുകൂടി പ്രകാശം വീണപ്പോൾ പിഷാരടി ഇറങ്ങി നടന്നു. മാധവൻ അയാളെ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അകലെ രുദ്രൻ നമ്പൂതിരി ഊറി ഊറിച്ചിരിക്കുകയായിരുന്നു. മാധവനെതിരെ പുതിയതെന്തോ കണ്ടെത്തിയതുപോലെ. രുദ്രൻ ക്രൂരമായി ചിരിച്ചു. പ്രതികാരദാഹം അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ അവൻ കുടുങ്ങുമെന്ന് തന്നെയാണ് കരുതിയത്. കുറുക്കന്റെ രൂപത്തിൽ മൂർത്തിയെയും ആയിരക്കണക്കിന് അനുയായികളെയും പറഞ്ഞയച്ചിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല. അവൻ അത്രയ്ക്കും വളർന്നിരിക്കുന്നോ? എതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സമർത്ഥമായി ഒഴിഞ്ഞുമാറിക്കൊണ്ട് തന്നെ പരാജയപ്പെടുത്താൻ അവന് കഴിഞ്ഞു. എങ്ങനെ? ഉപാസനാമൂർത്തികളല്ലാതെ അവനെ സഹായിക്കാൻ ആരാണുള്ളത്? നാനാ വഴിക്കും പരാജയത്തിന്റെ കറുത്ത വെളിച്ചമാണ് തന്നെ പുണരാനെത്തുന്നത്. കറിയാച്ചന്റെ ദുരന്തത്തോടെ കുഞ്ഞനാച്ചനും അകന്നതുപോലെയുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം പൂജാമുറിയിലേക്ക് ഓടി വന്നിരുന്ന കുഞ്ഞനാച്ചനെ ഇപ്പോൾ ദിവസത്തിലൊരു തവണ പോലും കാണാനില്ല. ഈ അകൽച്ച നല്ലൊരു നീക്കമല്ല. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞനാച്ചനെ വിളിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും രുദ്രൻ തീരുമാനിച്ചത്. കുഞ്ഞനാച്ചൻ മുറിയിലേക്ക് വന്നു. കുത്തിവീർത്ത മുഖം പ്രസന്നത കൈമോശമായതുപോലെ. ഭവ്യമായി സ്നേഹാദര ബഹുമാനത്തോടെയല്ലാതെ ഈ മുറിയിലേക്ക് ഇതുവരെ കുഞ്ഞനാച്ചൻ കയറിയിട്ടില്ലെന്ന് തിരുമേനി ഓർത്തു.
എങ്കിലും രുദ്രൻ അതറിഞ്ഞ ഭാവം നടിച്ചില്ല. വന്നിരുന്നിട്ടും കുഞ്ഞനച്ഛൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കുകയോ എന്തെങ്കിലും നൊരിയാടുകയോ ചെയ്തില്ല. കുഞ്ഞനച്ഛൻ എന്തു പറ്റി? കരയാച്ചനെ കുറിച്ചാണോ വിഷമം? തിരുമേനി നയത്തിൽ സംസാരിച്ചു തുടങ്ങി. അല്ല, ഞങ്ങളെക്കുറിച്ച് ഓർത്താണ് തിരുമേനി. തിരുമേനി ഇവിടെ ഉണ്ടായിട്ടും ചേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുമെന്നെന്താ ഉറപ്പ്? ആ ഉറപ്പ് ഞാൻ വന്ന ദിവസം തന്നെ തന്നതല്ലേ? അല്ലെങ്കിൽ ഇതിനു മുമ്പെപ്പോഴേ? തിരുമേനി വാക്കുകൾ മുഴപ്പിച്ചില്ല. ഇനി അതൊന്നും പറയേണ്ട തിരുമേനി, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. വെറുതെ പണം ചിലവഴിക്കാൻ ഇനി എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ എത്രയാ ചിലവായത്? ഇതിന്റെ പകുതി തുക വേണ്ടായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പുരയിടത്തിന്. തിരുമേനിയുടെ മുഖത്ത് നോക്കാതെയാണ് കുഞ്ഞനച്ഛൻ സംസാരിച്ചത്. ഇത്രയും കടുപ്പത്തിൽ ഇതിനു മുമ്പൊരിക്കലും അയാൾ സംസാരിച്ചിട്ടില്ല. രുദ്രൻ തിരുമേനിയുടെ മുഖം മങ്ങി, കണ്ണുകൾ കുറുകി ചെറുതായി. തന്നെ അധിക്ഷേപിക്കുകയും അവഗണിക്കുകയുമാണല്ലോ ചെയ്യുന്നത്. ഇത് നാണക്കേടാണ്. രുദ്രൻ നമ്പൂതിരിക്ക് ആരുടെയും അവഗണന സഹിച്ച് കഴിഞ്ഞുകൂടേണ്ട ഗതികേടൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് തന്റെ വയറ്റിപ്പിഴപ്പിന്റെ മാത്രം കാര്യമല്ല. കുഞ്ഞനച്ഛൻ തന്റെ വീട്ടിൽ വന്ന് അപേക്ഷിച്ചപ്പോൾ അത് അവഗണിക്കാതെ ഇവിടെ വന്ന് പാർത്ത് കുഞ്ഞനച്ഛനും കുടുംബത്തിനു വേണ്ടി പ്രയത്നിച്ചു. ലക്ഷ്യപൂർത്തീകരണത്തിന് കാലവിളംബമുണ്ടായി. അത് തന്റെ തെറ്റുകൊണ്ടല്ലോ. പ്രതിയോഗി ശക്തിമാനാണ്. ബ്രഹ്മരക്ഷസിനെ ഒഴിവാക്കാൻ പ്രയത്നമേറെയുണ്ട്. അതിനിടയിലല്ലേ ഒന്നിനൊന്ന് പ്രതിബന്ധങ്ങൾ. മാധവന്റെ രൂപത്തിൽ ശക്തനായ ഒന്ന്, സാക്ഷാൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ബ്രഹ്മരക്ഷസ് മറ്റൊന്ന്. രണ്ടിന്റെയും ഇടയിൽ താൻ കുരുങ്ങിക്കിടക്കുകയാണെന്ന സത്യം കുഞ്ഞനച്ഛനത് അറിയുന്നില്ല. കറിയാച്ചൻ മരിച്ചത് വിധി കൊണ്ടാണ്. അയാൾ മരിക്കാൻ തന്നെയാണ് പെൺമക്കളെയും കൂട്ടി കട്ടപ്പനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അയാൾ വന്ന ദിവസം തന്നെ തനിക്കതറിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ ധിക്കാരി മരിച്ചതിൽ യാതൊരു ബോധവും തോന്നുന്നില്ല. കുഞ്ഞനച്ഛൻ അങ്ങനെയല്ലല്ലോ. തിരുമേനി ഒരു നിമിഷമേ ആലോചിച്ചുള്ളൂ. കുഞ്ഞനച്ഛന് എന്റെ പേരിൽ അവിശ്വാസം തോന്നി തുടങ്ങി അല്ലേ? സ്വരം കടുപ്പിച്ച് തന്നെയാണ് ചോദിച്ചത്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും ഇത്ര കാലമായിട്ടും ഒന്നും നടക്കാത്തതോർക്കുമ്പോൾ വിഷമം തന്നെയാണ് തിരുമേനി. ഇനിയും ഇങ്ങനെ എത്ര കാലമെന്ന് വെച്ചാ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഞാൻ നിസ്സഹായനായിരിക്കുന്നു. ഇനി തിരുമേനിയുടെ ഇഷ്ടം പോലെയാകട്ടെ. കുഞ്ഞനച്ഛൻ എങ്ങും തൊടാതെയാണ് സംസാരിച്ചത്. അതൃപ്തി തിരുമേനിക്ക് നന്നേ ബോധ്യമാവുകയും ചെയ്തു. ഒരു നിമിഷം രുദ്രൻ തിരുമേനി എന്തോ ആലോചിച്ചിരുന്നു. ശരി കുഞ്ഞനച്ഛ, ഞാനിപ്പോൾ ഈ നിമിഷം മുതൽ ഇവിടുത്തെ ഏർപ്പാട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു കാര്യം, ഇവിടുത്തെ ഒരു കാര്യവും പൂർത്തിയായിട്ടില്ലെന്ന് എനിക്കറിയാം. പൂജ തുടങ്ങേണ്ട ദിവസം തന്നെ അത് മുടങ്ങുകയും ചെയ്തു. അത് നിൽക്കട്ടെ, ഞാൻ ഇവിടുന്ന് വിട്ടാൽ പിന്നെ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് കരുതണ്ട. എന്നെ അന്വേഷിച്ച് ഒരിക്കലും നിങ്ങൾ നാട്ടിലേക്ക് വരികയും ചെയ്യരുത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടാൻ ഒരുക്കമില്ലെന്നർത്ഥം. കുഞ്ഞനച്ഛന് മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞനച്ഛൻ തലകുലുക്കി. എന്നാൽ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇടപെട്ടിട്ട് പൂർത്തിയാകാതെ മടങ്ങി വരുന്ന ആദ്യത്തെ സംഭവമാണിത്. ആദ്യത്തെ അനുഭവവും. സാരല്ല, ഞാൻ തുടങ്ങിയതാണെങ്കിൽ അത് പൂർത്തിയാകുക തന്നെ ചെയ്യും. ഞാൻ പൂർത്തിയാക്കും. ജയിച്ചു മടങ്ങാൻ രുദ്രൻ അറിയൂ. തോറ്റു മടങ്ങുന്ന പ്രശ്നമില്ല. രുദ്രൻ തിരുമേനി എഴുന്നേറ്റു. ഒരുങ്ങാനൊന്നുമില്ല. എടുക്കാൻ ഒരു ഭാണ്ഡത്തിൽ കൊള്ളാനുള്ള ഏതാനും ചില സാധനങ്ങൾ മാത്രം. അതാകട്ടെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരുക്കുകയും ചെയ്തു. തിരുമേനി ഭാണ്ഡമൊരുക്കുമ്പോഴും അതൊരു മാറാപ്പായി തോളിലെടുത്ത് തൂക്കുമ്പോഴും കുഞ്ഞനച്ഛൻ നിശ്ചലമായി ഇരിക്കുകയായിരുന്നു. തിരുമേനി പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ഇനിയും പണനഷ്ടമുണ്ടാവില്ലല്ലോ എന്ന ആശ്വാസമാണുണ്ടായത്. പോകട്ടെ, വയ്യാവയിൽ എടുത്ത് തോളിൽ വെച്ചത് തന്നെ അനാവശ്യം. ഇനിയെങ്കിലും ഒഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് നഷ്ടവും കഷ്ടവും ഏറും. ഇപ്പോൾ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രുദ്രൻ തിരുമേനി പൂജാമുറിയുടെ നടവാതിൽക്കൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിച്ചു. ബ്രാഹ്മണനെ കളിയാക്കി പറഞ്ഞേക്കുകയാണ് ഇയാൾ. ഇതിന് ഇയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും. രുദ്രന്റെ മനമൊരുകുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. കുഞ്ഞനച്ഛൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇറങ്ങട്ടെ കുഞ്ഞനച്ച? തിരുമേനി അവസാനമായി യാത്ര ചോദിച്ചു. പോകട്ടെ, വയ്യാവേലി എടുത്ത് തോളിൽ വെച്ചത് തന്നെ അനാവശ്യം. ഇനിയെങ്കിലും ഒഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് നഷ്ടവും കഷ്ടവും ഏറും. ഇപ്പോൾ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രുദ്രൻ തിരുമേനി പൂജാമുറിയുടെ നടവാതിൽക്കൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിച്ചു. ബ്രാഹ്മണനെ കളിയാക്കി പറഞ്ഞയക്കുകയാണ് ഇയാൾ. ഇതിന് ഇയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും. രുദ്രന്റെ മനമൊരുക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. കുഞ്ഞനച്ഛനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇറങ്ങട്ടെ കുഞ്ഞനച്ഛ? തിരുമേനി അവസാനമായി യാത്ര ചോദിച്ചു. വീട്ടിൽ മറ്റാരോടും യാത്ര ചോദിക്കാൻ തിരുമേനി മെനക്കെട്ടില്ല. കരിങ്കല്ലിന് കാറ്റുപിടിച്ചതുപോലെ കുഞ്ഞനച്ഛൻ ഒരേ ഇരിപ്പിരിക്കുകയായിരുന്നു. എണീറ്റ് ചെന്ന് തിരുമേനിയെ യാത്രയാക്കാൻ പോലും അയാൾ മെനക്കെട്ടില്ല.
കുഞ്ഞനച്ഛന് അത്രയേറെ മടുത്തിരിക്കുന്നു. തിരുമേനിയെ വെറുത്തിരിക്കുന്നു. രക്ഷിക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് പണസംബന്ധമായി ശിക്ഷിക്കുകയായിരുന്നില്ലേ തിരുമേനി? ഇതന്ന് വിഷ്ണുനാരായണ നമ്പൂതിരിക്ക് നൽകിയിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. തനിക്കെന്തെങ്കിലും ഗുണം ലഭിച്ചോ? അതുണ്ടായില്ല. നഷ്ടപ്പെടാനുള്ളത് അത്ര നഷ്ടപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ചേട്ടൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണ്. അത് കേട്ടില്ല. തിരുമേനി പടികടന്നു കഴിഞ്ഞാണ് കുഞ്ഞനാച്ചൻ പൂജാമുറിയിൽ നിന്നിറങ്ങിയത്. മുറിയുടെ വാതിൽ വലിച്ചടച്ച ശബ്ദം പടിയിറങ്ങിപ്പോകുന്ന തിരുമേനിയുടെ കാതിൽ വന്നലച്ചു. രുദ്രൻ അകമേ പുഞ്ചിരിച്ചു. ഈ ധിക്കാരത്തിന്റെ അധിക്ഷേപത്തിന്റെ ഫലം നീ അനുഭവിക്കും കുഞ്ഞനാച്ച. നിന്നേക്കാളേറെ എനിക്ക് വിജയിക്കേണ്ട ഒരു കർമ്മമായിരുന്നു അത്. പക്ഷെ അത് നീ അനുവദിച്ചില്ല. പക്ഷെ ഞാൻ എന്റെ ഉദ്ദേശം സഫലമാക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ തന്റെ ഈ പോക്ക് പരാജയ ഭീതിയോടെയുള്ള പലായനമാണെന്ന് മാധവൻ പറയും. അവനോട് തോറ്റുമടങ്ങുന്ന പ്രശ്നമേയില്ല. അവൻ കാരണമാണ് തനിക്ക് ഈ ഗതികേട് സംഭവിച്ചത്. വിജയിയായെന്നവൻ അഹങ്കരിക്കുന്നുണ്ടാവും. പക്ഷെ അവൻ വിജയിക്കാൻ പോകുന്നില്ല. അവനെ വിജയിപ്പിക്കില്ല. ഇവിടെ നിന്ന് പോയാലും പ്രബലനായ ആ ശത്രുവിനോട് എതിർക്കുക തന്നെ വേണം തന്റെ ലക്ഷ്യം. കുഞ്ഞനാച്ചന്റെ ജീവരക്ഷയേക്കാൾ തന്റെ അഭിമാന രക്ഷയാണ് തനിക്ക് അഭികാമ്യം. ഇനിയുള്ള ശ്രമങ്ങൾ അതിനായിരിക്കും. എന്നാലും കുഞ്ഞനാച്ചൻ ഇങ്ങനെ തന്നെ അവഗണിക്കരുതായിരുന്നു. തന്റെ ഔദാര്യം പറ്റിക്കൊണ്ട് ജീവിക്കുകയാണെന്നായിരുന്നു അവന്റെ ഭാവം. അത് അവസാനിച്ചോളും. അവനൊരു പട്ടിയെപ്പോലെ തന്റെ കാൽക്കൽ നിന്ന് വാലാട്ടുന്ന ദിനം വിദൂരമൊന്നുമല്ല. മാധവനെ പരാജയപ്പെടുന്നതോടൊപ്പം അതും സംഭവിച്ചുകൊള്ളും. മനസ്സിന് നേരിയൊരു പോറലേറ്റെങ്കിലും അതിവേഗം രുദ്രൻ നമ്പൂതിരി ആ ഭാവത്തെ അതിജീവിച്ചു. ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് വെന്നിമല ഗ്രാമത്തിൽ നിന്ന് അയാൾ നടന്നത്. രാത്രി വളരെ ഇരുണ്ടു. ഒരു കുരിശ് തലയിൽ നിന്നൊഴിഞ്ഞ ആശ്വാസത്തോടെ കുഞ്ഞനാച്ചൻ വീട്ടിൽ ചെന്ന് കയറി. ഇത് കുറച്ചുകൂടി നേരത്തെയാവാമായിരുന്നു. എങ്കിൽ അത്രയും കുറച്ച് പണനഷ്ടമുണ്ടാകുമായിരുന്നുള്ളൂ. കുഞ്ഞനാച്ചൻ പാപ്പച്ചനെ വിളിച്ചു. ആ നമ്പൂതിരി പോയി. നീ ആ പൂജാമുറിയിൽ നിന്നെല്ലാം വാരി പുറത്തു കളഞ്ഞേര്. പൂജയും വേണ്ട കൂജയും വേണ്ട. ഓരോരോ നേരത്ത് ഓരോ തോന്നലുകളുണ്ടാവും. വെറുതെ കാശ് കളയാൻ. അപ്പന് നല്ല ബുദ്ധി തോന്നിത്തുടങ്ങിയെന്ന് പാപ്പച്ചൻ വിചാരിച്ചു. അവൻ പൂജാമുറിയിലേക്ക് നടന്നു. കുഞ്ഞനാച്ചൻ വലിച്ചടച്ച പൂജാമുറി തള്ളിത്തുറന്ന് ആ മുറിയിലെ ഇരുട്ടിലേക്ക് കാലുകുത്താൻ തുടങ്ങിയ പാപ്പച്ചൻ ഒരാർത്തനാദത്തോടെ വന്യമായ ഒരു നിലവിളിയോടെ പിന്നിൽ മുറ്റത്തേക്ക് മലർന്നടിച്ചു വീണു. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് ഉന്തി നിന്നിരുന്നു. പൂജാമുറിയിൽ അവനെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരി നിൽക്കുന്നു. ബ്രഹ്മരക്ഷസ് സ്വന്തം വളപ്പിൽ നിന്ന് കുഞ്ഞനാച്ചന്റെ വളപ്പിലെത്തിയ ദിവസമായിരുന്നു അന്ന്. മാധവന് ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തോന്നി. മഷിവെറ്റിലയിൽ തന്നെ എഴുന്നട്ടിരുന്ന മാധവൻ സംഭവങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാം നേരിട്ട് കണ്ടു. ഒടുവിൽ കുഞ്ഞനാച്ചൻ ചെയ്യേണ്ടത് ചെയ്തു. പാവം രുദ്രൻ തിരുമേനി. അയാൾ താവളം വിട്ടു പോകുന്നതെന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. മഹാമാന്ത്രികനാണ് പോലും. പക്ഷെ തന്നോട് അയാൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടെന്ന് മാധവൻ അറിയാം. ആ പക എന്തെങ്കിലും തന്റെ നേരെ തിരികെ തന്നെ ചെയ്യും. ഏതായാലും അമ്മാവനെ ചതിച്ചു കൊന്നതും പോരാ, രുദ്രൻ നമ്പൂതിരി തഴയുകയും ചെയ്ത കുഞ്ഞനാച്ചൻ ആളൊരു വേന്ദ്രൻ തന്നെയാണ്. അയാളെ എങ്ങനെ സൂഹിക്കാൻ അനുവദിക്കരുതല്ലോ. ആ ഉദ്ദേശമാണ് മാധവനെ കൊണ്ടൊരു കർമ്മം ചെയ്യിച്ചത്. പൂജാമുറി ധിക്കാരത്തോടെ വലിച്ചടിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന കുഞ്ഞനാച്ചന്റെ ഭാവം വ്യക്തമായി അറിഞ്ഞു. അപ്പോഴും അയാളെ വെറുതെ വിടാമായിരുന്നു. പക്ഷെ അതിനുശേഷമല്ലേ മകനെ വിളിച്ച് പൂജാമുറിക്ക് നേരെ നടക്കുന്നത് കണ്ടപ്പോഴാണ് ഒരാശയം പെട്ടെന്നുദിച്ചത്. മനസ്സുകൊണ്ട് അമ്മാവനെ ക്ഷണിച്ചു. എന്ത് ചെയ്യണമെന്ന് പറയാതെ തന്നെ അമ്മാവന്റെ ആത്മാവിനറിയാമായിരുന്നു. അല്ലെങ്കിലും ഞാൻ പകുതി വിജയിച്ചു മാധവ. ആ മാന്ത്രികനെ അവിടെ നിന്ന് ഓടിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഇനി ഞാനൊന്ന് മേയും. മറ്റൊരു മാന്ത്രികനെ തേടി കുഞ്ഞനാച്ചൻ പോകും മുമ്പേ അവന്റെ കുടുംബം ഞാൻ നിലംപരിശാക്കും. എനിക്ക് തടസ്സമുണ്ടാകാതെ നീ നോക്കിക്കൊള്ളൂ. ഇല്ല, ഇനി തടസ്സമുണ്ടാവില്ല. രുദ്രൻ തോറ്റുമടങ്ങിയില്ലേ? കുഞ്ഞനാച്ചന് മതിയായി. പക്ഷേ ഇനിയൊരു നിമിഷം പോലും അവനെ നിലയെത്തുന്ന പ്രശ്നമില്ല. അമ്മാവൻ ആവുന്നത്ര ശ്രമിച്ചോളൂ. ഞാനും അതിനെ തുടങ്ങുകയാണ്. ഈ നിമിഷം മുതൽ കുഞ്ഞനാച്ചൻ അനുഭവിച്ചു തുടങ്ങും. മാധവൻ മന്ത്രിച്ചു. അങ്ങനെ എളുപ്പം മരിക്കേണ്ടവനല്ല കുഞ്ഞനാച്ചൻ. ചെയ്ത മഹാപാപത്തിന് മുഴുവൻ ഫലം അനുഭവിച്ച് അവൻ ഒടുങ്ങൂ. അതിനു മുമ്പ് അവൻ ഭയപ്പെടണം. കുഞ്ഞനാച്ചന്റെ ഭയപ്പെടൽ നാളെ അത്തരമൊരു കൃത്യം ചെയ്യാനൊരുങ്ങുന്നവന് ഒരു പാഠമാവണം. മാധവൻ ചിലതെല്ലാം ആലോചിച്ചുറച്ചു. ഇനി കുഞ്ഞനാച്ചനുമായി നേരിട്ടാവാം. രുദ്രൻ തടസ്സപ്പെടുത്തുമെന്ന് സംശയിക്കേണ്ട. മാധവൻ വെറ്റിലയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കുഞ്ഞനാച്ചൻ നടുക്കത്തോടെ ചാടി എണീറ്റ് പൂജാമുറിയുടെ നേർക്ക് കുതിച്ചെത്തി. തുറിച്ച കണ്ണുകളോടെ കഴുത്തിൽ പിടഞ്ഞുണർന്ന ഞരമ്പുകളോടെ പാപ്പച്ചൻ നിലത്തി വീണ് കിടക്കുകയാണ്.
അരുതയെന്ന് വിലക്കും പോലെ അവൻ കൈയെടുത്ത് ചലിപ്പിക്കുന്നുണ്ട്. എന്താണുണ്ടായതെന്ന് കുഞ്ഞനച്ഛന് മനസ്സിലായില്ല. അയാൾ പൂജാമുറിയിലേക്ക് തുറിച്ചു നോക്കി. അവിടെ പ്രത്യക്ഷത്തിലൊന്നും കണ്ടില്ല. പാപ്പച്ചനെ ചുമന്ന് വീട്ടിലെത്തിച്ചു. അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യം താൻ തന്നെ ചെയ്തേക്കാമെന്ന് വെച്ച് അയാൾ വീണ്ടും പൂജാമുറിയിലേക്ക് നേരെ ചെന്നത്. രുദ്രൻ തിരുമേനിയോ പോയി. തന്റെ കാശും നഷ്ടമായി. ആ ഓർമ്മ നിൽക്കുന്നതൊന്നും പൂജാമുറിയിൽ അവശേഷിക്കരുത്. കഴിഞ്ഞു പോയതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. കുഞ്ഞനച്ഛൻ മുറിയിൽ കയറി. തിരുമേനി കുറെ നാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുടുംബം പട്ടിണിയായനെ. ഏതായാലും വലിയ ബുദ്ധിമുട്ട് കൂടാതെ അയാളെ ഒഴിവാക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. പൊടുന്നനെ മുഖമടച്ച് ഒരടി വീണു. പടക്കം പൊട്ടുന്ന ശബ്ദം പൂജാമുറിയിൽ ഉയർന്നു. കുഞ്ഞനച്ഛൻ മലർന്നടിച്ചു വീണു. അജ്ഞാതമായ ഏതോ കരങ്ങളുടെ താടനമാണ് ഏറ്റത്. പൂജാമുറിയിലാണെങ്കിൽ ആരുമില്ല. കുഞ്ഞനച്ഛന്റെ നെഞ്ചിൽ പരിഭ്രമം ചേക്കേറി. രുദ്രൻ പോയ പോക്കിൽ വല്ല ഗുലുമാലം ഒപ്പിച്ചിട്ടുണ്ടോ? മുഖവും തിരുമ്മി കുഞ്ഞനച്ഛൻ എണീക്കാൻ ശ്രമിച്ചു. അപ്പോഴത്തെ വീണ്ടും പിടലിക്കടി വീഴുന്നു. ഇത്തവണ അയാൾ മൂക്കും കുത്തി വീണു. വല്ലവിധനെയും ഇഴഞ്ഞ് അയാൾ പുറത്തേക്കിറങ്ങി. രുദ്രൻ തിരുമേനി ഉണ്ടായിരുന്നപ്പോൾ ദുർനിമിത്തങ്ങളൊന്നും തന്നെ വിഷമിപ്പിക്കുകയുണ്ടായില്ലെന്ന് കുഞ്ഞനച്ഛൻ ഓർത്തു. അങ്ങേര് പോയതിന് തൊട്ടു പിന്നാലെ ഇതാ ക്രൂരമായ അനുഭവങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പൂജാമുറിയുടെ നേരെ ഭയത്തോടെ നോക്കിയിട്ട് കുഞ്ഞനച്ഛൻ വീട്ടിലേക്ക് ചെന്നു. പാപ്പച്ചന്റെ ബോധം വീണുകിട്ടിയിരിക്കുന്നു. നീ എന്തെങ്കിലും കണ്ടു ഭയന്നോടാ? കുഞ്ഞനച്ഛൻ ചോദിച്ചു. പാപ്പച്ചന്റെ മിഴികളിലേക്ക് ഭയം ചേക്കേറി. ആ തിരുമേനി, മരിച്ചുപോയ വിഷ്ണു തിരുമേനി മുറിക്കുള്ളിൽ നിന്ന് എന്നെ ഭയപ്പെടുത്തി. പാപ്പച്ചനൊരു വിധത്തിലത് പറഞ്ഞൊപ്പിച്ചു. ആ പേര് എത്ര മാത്രയിൽ കുഞ്ഞനച്ഛൻ നടുങ്ങിത്തരിച്ചു. അതെ അപ്പച്ച, ഞാൻ കണ്ടത് ആ തിരുമേനിയെ തന്നെയാണ്. അയാൾ പൂജാമുറിയിൽ നിൽക്കുന്നു. രുദ്രൻ തിരുമേനി ഉണ്ടായിരുന്നപ്പോൾ ഏതായാലും അത്തരമൊരു ഭയത്തിന് കാരണമില്ലായിരുന്നു. പാപ്പച്ചൻ തന്നെ കുറ്റപ്പെടുത്തുകയാണോ? തനിക്ക് കിട്ടിയ അടികളെക്കുറിച്ച് കുഞ്ഞനച്ഛന് വെളിപ്പെടുത്തിയില്ല. രാത്രി പിന്നെയും ഇരുണ്ടു. കുഞ്ഞനച്ഛന്റെ വീട്ടുവളപ്പിൽ അസാധാരണമായ ഒരു ചുഴലിക്കാറ്റ് വീശാൻ തുടങ്ങി. ഉമ്മറത്തെ മണ്ണെണ്ണ വിളക്കണഞ്ഞു. കറിയാച്ചന്റെ പെൺമക്കളുടെ കണ്ണീരുണങ്ങി കഴിഞ്ഞിട്ടില്ലായിരുന്നു. തിരുമേനിയുടെ യാത്ര കൂടെയായപ്പോൾ ആ കരച്ചിലിനാക്കം കൂടിയതേയുള്ളൂ. അപ്പൻ പോയതിനേക്കാൾ അവരെ വേദനിപ്പിച്ചത് തിരുമേനിയുടെ തിരോധാനമാണോ എന്നാണ് കരുതാൻ. പാപ്പച്ചന്റെ ചുറ്റും കുടുംബാംഗങ്ങൾ കൂടി നിന്നു. ഒട്ടുകാലമായി ഒഴിഞ്ഞു നിന്നിരുന്ന അവരുടെ ഭയം വീണ്ടും പത്തിയിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചിന്താക്ലാന്തനായ കുഞ്ഞനച്ഛൻ തിണ്ണയിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു. പാപ്പച്ചൻ അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ എണീറ്റു. ആ നിമിഷം തന്നെയാണ് കിണറ്റുകരയിൽ നിന്ന് മറിയാമ്മയുടെ ആർത്തനാദം ഉയർന്നത്. കുഞ്ഞനച്ഛനും പാപ്പച്ചനും കിണറ്റുകരയിലേക്ക് കുതിച്ചു. എന്തോ കണ്ട് വിഹ്വലതയോടെ മറിയാമ്മ വിളർത്തു നിൽക്കുന്നു. അവരുടെ കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചു നിന്നു. അയ്യോ, ആ തിരുമേനി! അയാൾ എന്നെ കിണറ്റിലേക്ക് തള്ളിയിടാൻ വന്നു. കുഞ്ഞനച്ഛൻ നടുങ്ങി. ഒരു നാഴികയ്ക്കുള്ളിൽ മൂവരും വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കാണുകയോ ആ സാമീപ്യം അറിയുകയോ ചെയ്തിരിക്കുന്നു. മുൻപ് രുദ്രൻ തിരുമേനി വരുന്നതിന് മുൻപ് അങ്ങേ വളപ്പിൽ വെച്ച് മാത്രമേ അത്തരം ഭയകാരണങ്ങൾ ഉണ്ടാകാറുള്ളൂ. ഇന്നിതാ സ്വന്തം വീട്ടുവളപ്പിലേക്ക് അത് അടുത്തിരിക്കുന്നു. തിരുമേനിയെ പറഞ്ഞയക്കേണ്ടായിരുന്നു. കുഞ്ഞനച്ഛൻ പലതും ചിന്തിച്ചു. നിനക്ക് തോന്നിയതാകും, മനസ്സിൽ കിടക്കുന്ന തോന്നലുകൊണ്ട്. പിന്നെ കണ്ണുകൊണ്ട് കണ്ടത് തോന്നലാകുന്നതെങ്ങനെ? ഞാൻ വ്യക്തമായി കണ്ടതാ. ഓ, ആ കണ്ണുകളിൽ കനലെരിയും പോലിരുന്നു. കൈകൾ എന്റെ നേരെ നീട്ടിയപ്പോൾ ഓരോ വിരലിലും ഓരോ മുഴ നീളമുള്ള നഖങ്ങൾ. എന്റെ കർത്താവേ! പിന്നീട് ആരും ഒന്നും പറഞ്ഞില്ല. കുഞ്ഞനച്ഛൻ ഉമ്മറത്തേക്ക് തന്നെ മടങ്ങി. വീണ്ടും കുഴപ്പങ്ങൾ ആരംഭിക്കുകയാണോ? അങ്ങനെ വന്നാൽ അതെന്തിനാ? ഇനി എന്താണ് ഒരു പോംവഴി? ഒടുവിൽ വെളിപാട് പോലെ ഒരു മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അച്ഛൻ. അതെ, പഴയ ആ ഫാദറിനെ തന്നെ ചെന്ന് അഭയം പ്രാപിക്കുക. നാളെ പുലർച്ചെ തന്നെ അങ്ങോട്ട് പോവുക. കുഞ്ഞനച്ഛൻ തീരുമാനിച്ചുറച്ചു. രാത്രി കൂടുതൽ കൂടുതൽ ഇരുട്ടുകയാണ്. ഒന്ന് നടുചായ്ക്കാൻ സ്വന്തം മുറിയിലേക്ക് കുഞ്ഞനച്ഛൻ നടന്നു. കിടന്നാലും ഉറങ്ങാമെന്ന് തോന്നുന്നില്ല. എന്നാലും കിടക്കാതെ പറ്റില്ലല്ലോ. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കാലുകുത്തിയ നിമിഷം കുഞ്ഞനച്ഛൻ നടുങ്ങി പിടഞ്ഞുപോയി. കട്ടിലിൽ കൊടുങ്കൈയും കുത്തി വിഷ്ണുനാരായണ നമ്പൂതിരി കിടക്കുന്നു. പള്ളിമേടയുടെ മുന്നിൽ കുഞ്ഞനച്ഛൻ കുനിഞ്ഞ ശിരസുമായി നിന്നു. ആഗമനം അറിയിക്കാനുള്ള മണിയടിക്കുകയും കുഷ്ണിക്കാരൻ വൃദ്ധൻ വിവരം അന്വേഷിച്ചിട്ട് മുറിക്കുള്ളിലേക്ക് പോവുകയും ചെയ്തിട്ട് നിമിഷങ്ങൾ ചിലതായി. അച്ഛനോട് എന്താണ് സമാധാനം പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അസ്വസ്ഥതയോടെ കുഞ്ഞനച്ഛൻ നെഞ്ചും തിരുമ്മി നിന്നു. മേടയുടെ മുഖവാതിൽ തുറക്കപ്പെട്ടു. അച്ഛൻ ഇറങ്ങി വന്നു. കുഞ്ഞനച്ഛൻ അല്ലേ? ആന്നേ.
എന്താ വന്നതെന്ന ഭാവത്തിൽ അച്ഛൻ അയാളെ നോക്കി. അച്ഛോ, എന്നോട് മറിച്ചൊന്നും തോന്നരുത്. അച്ഛനെന്ന് പറഞ്ഞത് കേൾക്കാതെ ഞാൻ ആ മാന്ത്രികനെ കൊണ്ട് ചിലതെല്ലാം ചെയ്യിച്ചു. അയാൾ ചെയ്തതൊന്നും എനിക്ക് ഗുണമായില്ല. ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. അച്ഛന്റെ നെറ്റിയിലെ ചുളിവുകൾ വില്ലുപോലെ വളഞ്ഞു. തെറ്റ്, നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ആദ്യം ഒരു വലിയ തെറ്റ് ചെയ്ത് അത് മറയ്ക്കാൻ വിശ്വസ്തനായ മാന്ത്രികനെ കൊണ്ടുവന്നു. അയാൾ കൊള്ളില്ലെന്ന് തോന്നിയപ്പോൾ വീട്ടിൽ നിന്ന് ഓടിച്ചു. അതും തെറ്റ്. തെറ്റുകളുടെ ഒരു പരമ്പര തന്നെ ചെയ്തു വെച്ചിട്ട് വീണ്ടും ഇവിടേക്ക് വന്നതെന്തിന്? അച്ഛോ, അത്... അയാൾ വാക്കുകൾ പെറുക്കാൻ വീർപ്പുമുട്ടി. ഒരു ന്യായീകരണവും പറയണ്ട, ഒക്കെയും എനിക്കറിയാം. പക്ഷേ കുഞ്ഞനച്ഛനെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ നിർവാഹമാതില്ലായിട്ടാണല്ലോ ഇരിക്കുന്നത്. അച്ഛന് ഒന്നും ഒട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല. എന്റെ അച്ഛോ... കുഞ്ഞനച്ഛൻ തരിച്ചു നിന്നു. എന്റെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് ഖേദിക്കുന്നു കുഞ്ഞനച്ഛ. ഒരു മാന്ത്രികൻ, അയാൾ ആരും ആയിക്കൊള്ളട്ടെ, പകുതി നിർത്തിയിട്ട് പോയ ഒരു കർമ്മം പൂർത്തീകരിക്കാൻ എനിക്ക് വൈഷമ്യമുണ്ട്. എനിക്കത് ചെയ്യുക വയ്യ. വീണ്ടു വിചാരമില്ലാതെ ചെയ്തതിന്റെ ഫലം. കുഞ്ഞനച്ഛൻ ചെയ്തതെല്ലാം അങ്ങനെയായിപ്പോയി. ഇനിയൊന്നും ചെയ്യാനില്ല. അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീരണം. പിശാചിന്റെ പരീക്ഷകൾക്ക് വിധേയരായവർക്ക് ദേവങ്കത്തിലെത്തുക ബുദ്ധിമുട്ടാണ്. ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെയും കടക്കാൻ കഴിയും, ദുഷ്ടന് പാടാ. അച്ഛനൊരു തത്വം അയാൾക്ക് പിടികിട്ടുന്ന ഭാഷയിൽ പറഞ്ഞു. കുഞ്ഞനച്ഛൻ നെഞ്ചത്തടിച്ചു. അതേ നടപ്പുള്ളൂ കുഞ്ഞനച്ഛ. കുഞ്ഞനച്ഛൻ മറ്റെന്തെങ്കിലും മാർഗം ആലോചിക്കൂ. എനിക്കിതിൽ ഇടപെടാനൊക്കില്ല. ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ടോ? കുഞ്ഞനച്ഛൻ നിശബ്ദനായി നിന്നു. ഇനി നിന്നിട്ടോ അപേക്ഷിച്ചിട്ടോ ഫലമേതുമില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ആരെയും ആശ്രയിക്കാനില്ല. ഇപ്പോൾ ആദ്യമായി രുദ്രൻ നമ്പൂതിരെ പിണക്കി അയച്ചതിൽ കുഞ്ഞനച്ഛന് വിഷമം തോന്നി. അപകടകാരിയായ ബ്രഹ്മരക്ഷസിനെ തിരുമേനി അകറ്റി നിർത്തിക്കുകയായിരുന്നു പറഞ്ഞത് നേരായിരുന്നുവോ? അച്ഛൻ തന്നെ തുണച്ചില്ല. ആ പ്രതീക്ഷയെ നശിച്ചപ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. പകുതി മരിച്ച ഒരവസ്ഥയിലാണ് കുഞ്ഞനച്ഛൻ കുടുംബത്തിൽ ചെന്ന് കയറിയത്. ചെന്നപ്പോഴാകട്ടെ ബാക്കി കൂടി മരവിക്കുന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. പാപ്പച്ചൻ താടിക്ക് കൈയും കൊടുത്തിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലപ്പാ. ബ്രഹ്മരക്ഷസ് അരൂപിയായി മുറ്റത്ത് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പുറത്തു പോകാനേ കഴിയുന്നില്ല. കുഞ്ഞനച്ഛന്റെ ദുരവസ്ഥയെക്കുറിച്ച് രുദ്രൻ നമ്പൂതിരി വ്യക്തമായി അറിയുന്നുണ്ടായിരുന്നു. മാധവൻ നമ്പൂതിരിയും അയാളുടെ ഓരോ ചലനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണിരുന്നത്. ഇപ്പോൾ ഇരുവരുടെയും ഉദ്ദേശ്യം ഒന്നായി മാറിയിരിക്കുന്നു. തുടങ്ങിവെച്ചത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ തന്നെ അധിക്ഷേപിച്ചയച്ച കുഞ്ഞനച്ഛനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് രുദ്രൻ ശപഥം ചെയ്തിരിക്കുകയാണ്. രുദ്രന്റെ പൂജാമുറി സജീവമായി. ആദ്യം മാധവനെയാണ് ഒതുക്കേണ്ടത്. രുദ്രൻ ആരാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അമ്മാവനെ രക്ഷിക്കാൻ മന്ത്രം പഠിച്ചു വലിയ മാന്ത്രികനാണെന്ന് ഭാവിക്കുന്ന അഹന്തയ്ക്ക് അടിയേൽപ്പിച്ചാൽ പകുതി വിജയിച്ചു. ഒരു കണക്കിന് അയാളുടെ വീട്ടിൽ നിന്ന് പോന്നത് നന്നായി. ആ മനുഷ്യന്റെ നന്ദികേടിന്റെ മുഖം കാണാൻ കഴിഞ്ഞല്ലോ. തനിക്ക് വേണ്ടി ചിലവഴിച്ച തുക അയാൾ നഷ്ടമായി കണക്കാക്കിയിരിക്കുന്നു. രുദ്രൻ നമ്പൂതിരി ഏതോ പൂജയ്ക്കൊരുങ്ങി. 7 ദിവസത്തേക്ക് ആരും ശല്യപ്പെടുത്തിയേക്കരുതെന്ന് അയാൾ നേരത്തെ ഇല്ലത്തെ ചട്ടം കേട്ടിയിരുന്നു. 7 ദിനങ്ങൾക്കുള്ളിലെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അയാൾ ആശിച്ചു. രുദ്രൻ കുഞ്ഞനച്ഛന്റെ വീട് വിട്ടതോടെ പകുതി ജോലിഭാരം കുറഞ്ഞ സന്തോഷമായിരുന്നു മാധവൻ നമ്പൂതിരിക്ക്. ഇനി ഗുഹ വിട്ടിറങ്ങാം. രുദ്രൻ തന്നോട് പകവെച്ച് പുലർത്തുമെന്നറിയാമെങ്കിലും അതുടനെ ഉണ്ടാവില്ലെന്ന് മാധവൻ കരുതി. ഇപ്പോൾ അയാളുടെ വൈരം മുഴുവൻ കുഞ്ഞനച്ഛടാനായിരിക്കും. നല്ലൊരു മേച്ചിൽപ്പുറം വിട്ടിറങ്ങേണ്ടി വന്നതിലുള്ള നൈരാശ്യം കുറച്ചൊന്നുമായിരിക്കില്ല. ഏതായാലും കരുതിയിരിക്കണം. രുദ്രനെ വിട്ടാലും തനിക്ക് ചെയ്തു തീർക്കേണ്ടത് വലിയൊരു കടമയാണ്. അമ്മാവനെ ചതിച്ചു കൊന്ന കുഞ്ഞനച്ഛനെ അനുഭവിക്കാത്തതിന്റെ പരമാവധി അനുഭവിപ്പിക്കണം. മാധവൻ നമ്പൂതിരി വിജയാദ്രിനാഥന്റെ നടയിൽ കൈകൂപ്പി നിന്ന് തൊഴുകൈകളോടെ അയാളുടെ ഹൃദയം മന്ത്രിച്ചു. എനിക്ക് ശക്തി നൽകണേ വിജയാദ്രിനാഥ. അവിടുത്തെ അനുഗ്രഹമേ അടിയൻ ആശ്രയമുള്ളൂ. എന്നും ഈ തിരുനടയിൽ ഒരു നേരമെങ്കിലും എത്തണമെന്ന ആഗ്രഹം ഇഞ്ഞായിട്ടില്ല. ഗുഹ വിട്ടിറങ്ങിയാൽ രുദ്രന്റെ മൂർത്തികളെ നേരിടേണ്ടി വരും. ഇപ്പോൾ അതൊന്നു കൂടാതെ തെളിഞ്ഞ ശുദ്ധമായ ഒരു സന്ധ്യ വീണു കിട്ടിയതിന്റെ ആഹ്ലാദം മാധവനേറെയായിരുന്നു. ക്ഷേത്രത്തിന്റെ നടുക്കിൽ ആൽത്തറയിൽ പിഷാരടി കാത്തുനിന്നിരുന്നു. പിഷാരടിയെ കാണണമെന്ന് അങ്ങോട്ട് നനച്ചതേയുള്ളൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞ്? മാധവൻ ലോഹ്യം ചോദിച്ചു. തിരുമേനി ഇറങ്ങി വരുന്നത് കണ്ടു. ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിതായിരുന്നു. എന്നാ നടക്കുക, എനിക്കൊരു കൂട്ടുമായല്ലോ. അവർ ഒരുമിച്ച് നടന്നു. യാത്രയിലുടനീളം മാധവൻ പറഞ്ഞത് പൂജകളെക്കുറിച്ചായിരുന്നു. മുടങ്ങാതെ തന്റെ യജ്ഞം പൂർത്തീകരിക്കേണ്ടതിന്റെ ആവശ്യം. രുദ്രൻ തിരിച്ചുപോയെന്ന് കരുതി അയാൾ ഒഴിവായെന്ന് കരുതാനാവില്ല.
മനസ്സിന് മുറിവേറ്റാണല്ലോ രുദ്രൻ വെന്നിമല വിട്ടിരിക്കുന്നത്. മാധവൻ പറഞ്ഞുകൊണ്ടിരുന്നു. പിഷാരടി എല്ലാം മൂളിക്കേട്ടുകൊണ്ടൊപ്പം നടന്നു. അവർ ഗുഹയിലെത്തി. മാധവൻ വിളക്ക് കൊളുത്തി. സന്ധ്യാപൂജ ചെയ്തിട്ടില്ല. അത് ചെയ്യണം. കുഞ്ഞനച്ഛനുള്ള ഇന്നത്തെ വീതം കൊടുത്തില്ല. ഒരു രാത്രിയിലും അയാളെ സ്വസ്ഥമായി ഉറക്കില്ല. ഭാര്യയ്ക്കോ മകനോ അയാൾക്കോ മാറി മാറി ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഭയങ്കരൻ വീട് മാറി പാർക്കാനുള്ള ഒരുക്കത്തിലാണല്ലോ. മറ്റൊരു വീട്ടിലെ അയാൾ ബ്രഹ്മരക്ഷസ് ശല്യപ്പെടുത്തില്ലെന്ന് ധരിക്കുന്ന വിഡ്ഢിയാൻ. ഈ ജന്മത്തും വരും തലമുറയിലും ഈ ശാപം അയാളെ വിട്ടൊഴിയാൻ പോകുന്നില്ലെന്ന് അയാളുണ്ടോ അറിയുന്നു? ബ്രഹ്മഹത്യാപ്രാപം. കുഞ്ഞനച്ഛൻ ചെയ്തതെന്താണെന്ന് അയാൾ അറിയുന്നില്ല. തനിക്ക് മാത്രമല്ല, തന്റെ ഇനിയുള്ള എല്ലാ തലമുറകളിലേക്കുമുള്ള ശാപമാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഒരു ദുർബുദ്ധി വരുത്തിവെച്ച ദുർയോഗം. പൂജകൾ ഓരോന്നായി കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഒരുപാട് ഇരട്ടി. പിഷാരടി കോട്ടുവായിട്ടു. മാധവന്റെ പൂജയുടെ ഫലം അനുഭവിച്ച് വിറച്ചു വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞനച്ഛനും കുടുംബവും. ഭയം കൊണ്ട് അവരെല്ലാവരും കുരിശും വരച്ച് ഒരു മുറിയിൽ കുത്തിയിരുന്നു. വാതിൽ തുറന്നാൽ വിഷ്ണുനാരൻ നമ്പൂതിരിയാണ് കാണുന്നത്. കത്തിക്കാളുന്ന കണ്ണുകളിൽ വന്യമായൊരു പുഞ്ചിരിയും ഒളിപ്പിച്ച് കൂർത്ത നഖങ്ങളുള്ള വിരലുകൾ ഓരോരുത്തരെയും ചൂണ്ടി എന്തോ പറയാൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. അതിനു മുമ്പേ കുഞ്ഞനച്ഛൻ വാതിൽപ്പാളികൾ കൊട്ടിയടയ്ക്കും. അതേ നിമിഷം തന്നെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ബ്രഹ്മരക്ഷസ് അപ്രത്യക്ഷമാകും. ഈ രാത്രി കഴിഞ്ഞു പോവുകയാണ്. ഈ നേരത്ത് തന്നെ മാധവന്റെ ഗുഹയിൽ മറ്റൊരു ദുരന്തത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. പിഷാരടി അന്നവിടെ കൂടാമെന്ന് പറഞ്ഞ് മുറിയുടെ മൂലയിൽ കിടക്കുകയായിരുന്നു. അർദ്ധരാത്രിയോടെ മാധവനും ഉറങ്ങാൻ ആരംഭിച്ചു. പുറത്ത് മഞ്ഞ് പൊഴിയുന്ന രാത്രിയുടെ തണുപ്പ്. ശുദ്ധ മനസ്സോടെ മാധവൻ സുഖമായി ഒന്ന് ഉറങ്ങുന്നറിഞ്ഞപ്പോൾ പിഷാരടി മെല്ലെ എണീറ്റു. അയാൾ മാധവനെ തുറിച്ചു നോക്കി. കാണെ കാണെ പിഷാരടിയുടെ രൂപം മാറാൻ തുടങ്ങി. അതൊരു ദുർമൂർത്തിയെപ്പോലെ ഭീകര രൂപം കൊണ്ടു. നീണ്ട ദംഷ്ട്രകൾ, തീ പാറുന്ന കണ്ണുകൾ, വിരലുകളിൽ വളർന്നു തുടങ്ങിയ നഖങ്ങൾ. അത് പിഷാരടിയായിരുന്നില്ല, രുദ്രനയച്ച ഏതോ മൂർത്തി. മാധവന് തെറ്റുപറ്റിയിരിക്കുന്നു. രുദ്രൻ അവസാന നിമിഷത്തിൽ വിജയം അനുഗ്രഹിക്കുകയാണോ? പുറത്തെ ശബ്ദങ്ങളോ പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളോ മാധവൻ അറിഞ്ഞില്ല. സുഖനിദ്രയുടെ സുമോഹനമായ കരങ്ങളിൽ അയാൾ പുഞ്ചിരിയോടെ കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം ക്രൂരമായ മരണം തന്നെ പിടികൂടാൻ പോകുകയാണെന്ന് അയാൾ എങ്ങനെ അറിയാൻ? പിഷാരടിയെക്കുറിച്ച് തെല്ലെങ്കിലും സംശയം നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കരുതലോടെ ഉറക്കം നടച്ചേനെ. പിഷാരടിയുടെ നോക്കിലോ വാക്കിലോ പ്രകടനങ്ങളിലോ ചെറിയൊരു വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. രുദ്രന്റെ മൂർത്തി അതിപ്രഗത്ഭനാണെന്ന് തെളിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. മുറിയുടെ മൂലയിൽ ദുർമൂർത്തി അതിന്റെ യഥാർത്ഥ രൂപപരിണാമം സാധിച്ചിരിക്കുന്ന മാധവന്റെ നേരെ പകയോടെ നോക്കിക്കൊണ്ട് അയാൾക്കരികിലേക്ക് മെല്ലെ ചുവടുവെക്കാൻ തുടങ്ങി. നിർദ്ദേശം അങ്ങനെയാണ്. നിയോഗം അതിനുവേണ്ടി മാത്രമാണ്. അത് നടപ്പാക്കുക. ഭക്തന്റെ അഭീഷ്ടം പരിപൂർണയിലെത്തിക്കാതെ മൂർത്തിക്ക് നിലനിൽപ്പുണ്ടാവില്ല. രുദ്രൻ നല്ലൊരു ഉപാസകനാണ്. രുദ്രന് വേണ്ടി ഇത് ചെയ്യാതെ മടങ്ങുകയോ? മൂർത്തി മുഖം വക്രിച്ചു. ദംഷ്ടകൾ തത്തച്ചുണ്ടുകൾ പോലെ പുറത്തേക്കിറങ്ങി വന്നു. പൊടുന്നനെയായിരുന്നു. മാധവ! കിടിലം കൊള്ളിക്കുന്നൊരു ഗർജനം അവിടെ ഉയർന്നു. ആ ശബ്ദം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെയായിരുന്നു. ആ നിമിഷം മാധവൻ കണ്ണു തുറന്നു. ഒരു നിമിഷാർദ്ധം നടുങ്ങി തരിച്ചുപോയി. ഒന്ന് പിടഞ്ഞുരുണ്ട് വഴുതി. ഗുഹയുടെ അങ്ങേമൂലയിൽ മാധവൻ കിതപ്പോടെ കിടന്നു തുറിച്ചു നോക്കി. ഇരവഴുതിപ്പോയ നഷ്ടബോധം നൽകിയ പകയോടെ മൂർത്തി കൈകൾ വിടർത്തി മാധവന് നേരെ ചാടി വീഴാൻ തക്കം പാർത്തു. പക്ഷേ അത് വേണ്ടി വന്നില്ല. മാധവന്റെ മനസ്സിൽ ഉറവെടുത്ത മന്ത്രകണികകൾ കാന്തിക ശക്തിയേക്കാൾ ഫലം ചെയ്തു. അടുത്തെത്തിയ ദുർമൂർത്തി അറച്ചു നിന്നു. മാധവൻ ആ ക്ഷണം കൊണ്ട് മന്ത്രം പൂർത്തിയാക്കി. ഒരു ഗർജനത്തോടെ, ദയനീയമായ ഞരക്കത്തോടെ തൽക്ഷണം ദുർമൂർത്തി അപ്രത്യക്ഷമായി. മാധവൻ കിതച്ചു. സ്വബോധത്തിലേക്ക് പ്രജ്ഞ തെളിയാൻ പിന്നെയും നിമിഷങ്ങളെടുത്തു. എന്താണുണ്ടായതെന്നറിയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പിഷാരടിയെക്കുറിച്ച് ഓർത്തത്. ഗുഹയിൽ പിഷാരടിയില്ല. മാധവനൊന്നും നടുങ്ങി. എണീക്കാതെ തന്നെ ധ്യാനവുമായി ചില നിമിഷങ്ങളിരുന്നു. അപ്പോൾ ആ നടക്കുന്ന സത്യം മനക്കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. പിഷാരടി യഥാർത്ഥത്തിൽ പിഷാരടിയായിരുന്നില്ല. തനിക്കെങ്ങനെ ഇത്തരമൊരു നോട്ടപ്പിശക് പറ്റി? ഒട്ടൊരു കുറ്റബോധം നിരയിക്കുന്ന ശബ്ദത്തിൽ മാധവൻ പറഞ്ഞു. അയാൾ വെന്നിമല വിട്ടതാണ്. ആ രുദ്രൻ. അത് കൂടുതൽ സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇവിടെയായിരുന്നപ്പോൾ ഓരോ നീക്കങ്ങളും അപ്പപ്പോൾ അറിയാമായിരുന്നു. ഇനിയും അത് ഭാഗ്യമെന്നല്ല, എളുപ്പമല്ല. അത് മറക്കുന്നില്ല.
വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ശബ്ദം പിന്നെ മാധവൻ കേട്ടില്ല. അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടാവണം. മാധവൻ ധ്യാന നിദ്രയിൽ നിന്നുണർന്നു. ഇനി ഉറങ്ങാൻ കഴിയില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഒരു കിരാത സ്വപ്നത്തിലെന്നറിയുമ്പോൾ ഹൃദയം പെരുമ്പറയടിക്കുന്നു. തനിക്കിതെങ്ങനെ സംഭവിച്ചു? രുദ്രൻ സ്വന്തം ഗ്രാമത്തിലെ ഇല്ലത്ത് ചെന്ന് വെറുതെ ഇരിക്കില്ലെന്ന് തീർച്ചയായി. അയാൾക്ക് പക മുഴുവൻ തന്നോടാണ്. മാധവൻ മഷിവെറ്റിലയിൽ അഞ്ജനം തേച്ചു. നിലവിളക്ക് കൊളുത്തിവെച്ചു. മനസ്സ് ഏകാഗ്രമാക്കി. നിമിഷങ്ങൾക്കകം രുദ്രന്റെ ഇല്ലവും ആഗ്രഹിച്ചതുപോലെ അയാളുടെ പൂജാമുറിയും വ്യക്തതയാർന്നു. ഭയങ്കരൻ ഒരു പൂജ അവസാനിപ്പിച്ച് എണീക്കുകയാണ്. വിളക്കുകൾ കെടുത്തി പൂജാദ്രവ്യങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നു. പൂജാമുറി പുറത്തുനിന്ന് ചേർത്തടച്ച് കൈകൾ കുടഞ്ഞ് കോട്ടുവായിട്ട് രുദ്രൻ ഒരു നിമിഷം എന്തോ ചിന്തിച്ചു നിന്നു. അപ്പാള മുഖത്തേക്ക് ഒരു ശൃംഗാരഭാവം വന്നു കയറിയതുപോലെ. ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ആഹ്ലാദം അനുഭവിക്കാനുള്ള തോന്നലാകും. മാധവന്റെ ഗുഹയ്ക്കുള്ളിൽ വെച്ച് ദുർമൂർത്തിയെ കയറ്റാൻ കഴിഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് ആഘോഷിക്കേണ്ടതാണ്. ആഘോഷിക്കാൻ തന്നെയാണ് രുദ്രൻ തീരുമാനിച്ചത്. അയാൾ ഇല്ലക്കെട്ടിന്റെ ഓരോ മുറികളും പിന്നിട്ടു. അടുക്കളക്കെട്ടിന്റെ തൊട്ടടുത്ത മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ തെല്ലുനേരം നിന്നു. ചുറ്റുമൊന്ന് കണ്ണൊടിച്ചു. വേലക്കാരി പാർവതിപ്പിള്ള ശയിക്കുന്ന മുറി. തൊട്ടടുത്ത മുറിയിൽ സ്വന്തം വേളി കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. രുദ്രൻ എന്നും അവിഹിതത്തിനാണല്ലോ താല്പര്യം. പാർവതിപ്പിള്ളയാണെങ്കിൽ അസാധ്യ സുഖഭോഗവരണവുമാണ്. വെന്നിമലയിൽ നിന്ന് മടങ്ങി വന്നതിനു ശേഷം അവളെ പരിഗണിച്ചില്ലെന്നുള്ള ഭാവം പകലുടനീളം പ്രകടമായിരുന്നു. രുദ്രൻ വാതിലിൽ ഒരു പ്രത്യേക രീതിയിൽ മെല്ലെ ചൊറിഞ്ഞു. അവൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയാണത്. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറങ്ങപ്പെട്ടു. വാതിൽ പിന്നിൽ പാർവതി പിള്ള ബഹുമാനത്തോടെ, പരിഭവത്തോടെ, വിധേയത്വത്തോടെ ഒതുങ്ങി നിന്നു. രുദ്രൻ മുറിയിലേക്ക് കയറി. പൊടുന്നന്നെ മാധവന്റെ മനസ്സിലൊരു കുസൃതി തോന്നി. രുദ്രനെ ഭയപ്പെടുത്താൻ ഇതുപോലൊരവസരം ഉണ്ടാകാനില്ല. വളരെ വേഗം ചമറം പടിഞ്ഞിരുന്നു. മന്ത്രങ്ങൾ അരുവി പോലെ മനസ്സിൽ ഉറവെടുത്തു. കണ്ണുകൾ മഷിവെറ്റിലയിൽ നിന്ന് മാറ്റിയതേയില്ല. രുദ്രൻ നമ്പൂരി സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർവതിപ്പിള്ളയും ലോപം കൂടാതെ സഹകരിക്കുന്നുണ്ട്. നക്ഷത്ര പകർച്ച മാറും മുമ്പേ പരസ്പരം ഉൾക്കൊള്ളാനുള്ള വെപ്രാണം പോലെയായിരുന്നു പാർവതിപ്പിള്ളയുടെ തുടക്കം. അക്കാര്യത്തിൽ വലിയ തിരുമേനിയും ഒട്ടും മോശമല്ലെന്ന് അവൾക്കറിയാം. മാധവൻ മന്ത്രം പൂർത്തിയാക്കി. നേർത്തൊരു പുഞ്ചിരിയോടെ അയാൾ മഷിവെറ്റിലയിൽ ഉറ്റുനോക്കിയിരുന്നു. രുദ്രൻ തൽക്കാലം ഇത്രയും മതി. ഇനിയൊരു രംഗം അവിടെയുണ്ടാകും. അത് കാണാതിരിക്കുന്നതെങ്ങനെ? ആഹ്ലാദത്തിന്റെ അഭൗമ മേഖലയിലേക്ക് രുദ്രൻ ആളിപ്പടരാൻ തുടങ്ങുകയായിരുന്നു. ശരീരം അപ്പാടെ പൊട്ടിത്തെറിച്ചു. ഞരമ്പുകൾ ഒന്നായി ചൂടുപിടിച്ചു. പാർവതിപ്പിള്ള എല്ലാറ്റിനും വശങ്കതയാവുകയും തിരുമേനിയോട് ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തു. ആ നിമിഷത്തിലാണിത് സംഭവിച്ചത്. തന്റെ ശരീരത്തിലേക്ക് ഭ്രാന്തമായ ഏതോ ഒരു ശക്തി പടർന്നു കയറുന്നത് പോലെ പാർവതിക്കൊരു തോന്നൽ. ആ ബലമത്രയും രുദ്രൻ തിരുമനസിനെ കെട്ടിപ്പുടരാൻ ഉപയോഗിക്കുകയും ചെയ്തു. രുദ്രൻ ഒന്ന് ഞെട്ടി. ഇവൾക്ക് ഇത്രയും കരുത്തോ? ഇതിനു മുൻപില്ലാത്തൊരു നീക്കമാണല്ലോ ഇത്. പാർവതിയുടെ വിരലുകളിൽ 4 ഇഞ്ച് നീളമുള്ള നഖങ്ങൾ വളർന്നതും ആ നിമിഷത്തിലായിരുന്നു. തിരുമേനിയെ കെട്ടിപ്പുണർന്ന അവരുടെ കൈകൾ അവരറിയാതെ തിരുമേനിയുടെ മാംസളമായ പള്ളയിലേക്ക് താഴുകയാണ്. രുദ്രൻ നമ്പൂതിരി പിടഞ്ഞു. പുറത്ത് ഒരു മിന്നൽ പിണറിന്റെ വെളിച്ചം. ആ വെട്ടത്തിൽ തിരുമേനി പാർവതിയെ ശ്രദ്ധിച്ചു. അവരുടെ മുഖം തിരുമേനിയുടെ മുഖം തേടി അടുക്കുകയാണ്. ആ മുഖം കണ്ടപ്പോൾ രുദ്രന്റെ സപ്തനാടികളും തളർന്നു. ചൂടി പിടിച്ച ഞരമ്പുകളിൽ ഹിമജലം ഉറഞ്ഞു. പാർവതി പിള്ളയുടെ മുഖം അപ്പാടെ മാറിയിരിക്കുന്നു. മാംസളമായിരുന്ന അവരുടെ കവിളുകൾ ചുക്കിച്ചുളഞ്ഞ് കവിളലുകൾ ഉയർന്നിരിക്കുന്നു. കറുത്ത നിബിഡമായിരുന്ന തലമുടി വെള്ളിക്കമ്പി പോലെ. ചുവന്ന ചുണ്ടുകൾ കറുത്തു കരിവാളിച്ചിരിക്കുന്നു. കടവായിൽ നിന്ന് വാൾമുനയുടെ മൂർച്ചയുള്ള 2 വെളുത്ത തേറ്റകൾ നീണ്ടു നീണ്ടു വരുന്നു. രുദ്രന്റെ ഉള്ളിൽ നിന്നൊരാർത്തനാദം ഉയർന്നു. പക്ഷേ ശബ്ദം പുറത്തണിഞ്ഞില്ല. പാർവതിയുടെ പിടി കൂടുതൽ കൂടുതൽ മുറുകുകയാണ്. എവിടെയോ കുഴപ്പം പറ്റിയിരിക്കുന്നു. ഇതിൽ മാധവന്റെ കൈയുണ്ടാകും. ആ ഓർമ്മ ഹൃദയത്തിലോടെത്തിയപ്പോൾ രുദ്രനൊന്ന് പകച്ചു. എത്രയോ വട്ടം പാർവതിയുമായി രമിച്ചിട്ടുള്ളവനാണ് താൻ. പെട്ടെന്നൊരു നിമിഷത്തിൽ അവളിൽ മാറ്റമുണ്ടാവണമെങ്കിൽ അതിനു പിന്നിൽ ആരുടെയോ പ്രയത്നമുണ്ടാകണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർവതിയല്ല തന്റെയൊപ്പം ശയിക്കുന്നത്. മന്ത്രം അതിവേഗം അവസാനിപ്പിച്ചു. പാർവതിയുടെ പിടി അവസാനിപ്പിച്ചു. മറ്റൊരു മന്ത്രം ഉരുവിട്ടു. അപ്പോഴും പ്രകടമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. അതോടെ രുദ്രൻ സംഭീതനായി. പാർവതിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന മൂർത്തി തന്റെ രക്തം പൊടിക്കാൻ മാത്രകൾക്ക് പോലും ബാക്കിയില്ല. ആ പിടിയിൽ നിന്നൊരു വഴുതി മാറാൻ അയാൾ കൈകാലുകൾ ഇട്ടടിച്ചു. പിടി പിന്നെയും മുറുകുകയാണ്. മന്ത്രങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലേക്ക് ത്വരിതഗമനം ചെയ്യുന്ന രുദ്രന്റെ മനസ്സിൽ ഭയത്തിന്റെ തുടികൊട്ടൽ പെരുമ്പറനാദം പോലെ.
ഉപാസനാമൂർത്തികളെയെല്ലാം ഹൃദയം നൊന്ത് വിളിച്ചു. ഒടുവിലെപ്പോഴോ പാർവതിയുടെ പിടി തെല്ലെന്നായിരുന്നത് രുദ്രൻ അനുഭവപ്പെട്ടു. ഊർന്നു ചാടാൻ ആ നിമിഷാർത്ഥം മതിയായിരുന്നു. ഒരു നിലവിളിയോടെ നൂൽബന്ധമില്ലാതെ മുറി തുറന്ന് പുറത്തേക്ക് കുതിച്ച രുദ്രൻ ഒരിക്കൽ കൂടി നടങ്ങുകയും പരങ്ങുകയും ചെയ്തു. ആത്തേരമ്മയും മക്കളും റാന്തലുമായി മുറിവാതിൽക്കൽ നിൽക്കുന്നു. ആരും ഒന്നും ശബ്ദിച്ചില്ല. 1000 ചോദ്യങ്ങളുടെ മുൾമുനകളെക്കാൾ തീക്ഷ്ണമായിരുന്നു അവരുടെ മിഴിമുനകൾ. രുദ്രൻ നേരെ പൂജാമുറിയിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. അയാളുടെ ശരീരം വിയർത്തു കുളിച്ചിരിക്കുന്നു. അവഹേളിതനായിരിക്കുന്നു. മഷുവിറ്റിലയിൽ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്ന മാധവൻ ഊറിയ പുഞ്ചിരിയോടെ മന്ത്രിച്ചു, മതി, ഇത്രയും മതി. തനിക്ക് സംഭവിച്ച അപകടത്തേക്കാൾ ഒട്ടും കുറവല്ല ഇത്. പകരത്തിനു പകരം അത്രയേ വേണ്ടൂ. സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് അപഹാസ്യനാവുന്നതിലും വലിയ പ്രതികാരമെന്ത്? അല്ലെങ്കിൽ ഇതൊരു പ്രതികാരമേ ആകുന്നില്ലല്ലോ. പക്ഷെ ഓരോ അടിയിൽ നിന്നും രുദ്രൻ കൂടുതൽ കൂടുതൽ വാശിയോടെ എതിർക്കാനുള്ള പ്രവണത അയാളിൽ വളരുകയാണ്. ആ വാശിക്ക് അപ്പപ്പോൾ അടിയേൽപ്പിച്ച പോരെ? അതുപോരെന്ന് ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ മാധവന് ബോധ്യപ്പെട്ടു. ദേഹശുദ്ധി വരുത്താൻ തീർത്ഥക്കുളത്തിലേക്ക് നടക്കുന്ന വഴിക്ക് അടുത്തുനിന്ന ഒരു മരത്തിന്റെ ശിഖരം അടർന്ന് അയാളുടെ നേർക്ക് വീണു. ആ ശിഖരത്തിൽ നിന്ന് ഒരു മൂങ്ങ മാധവനെ തിരിഞ്ഞു നോക്കി പറന്നു പോവുകയും ചെയ്തു. ശബ്ദം കേട്ട് പൊടുന്നതിനെ പിന്നോട്ടോടി മാറിയത് കാരണം ശിഖരം മാധവന്റെ നെറുകയിൽ വീണില്ല. ആ സമയത്ത് അത് അടർന്നു വീണാൻ ഒരു ന്യായീകരണവുമില്ല. ഇലയനങ്ങാനൊരു ചെറുകാറ്റ് പോലും ഇല്ലാത്ത അന്തരീക്ഷം. കൊമ്പൊടിഞ്ഞു വീണതും മൂങ്ങ പറന്നകുന്നതും തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ട്. താൻ പോകുന്ന വഴിയിൽ അങ്ങനെ സംഭവിക്കാൻ രുദ്രൻ മൂർത്തിയെ മൂങ്ങയുടെ വേഷത്തിൽ നിയോഗിച്ചതാവണം. ദൈവമേ, അയാൾ ഇപ്പോഴും സജീവമാണ്. മാധവൻ രക്ഷാമന്ത്രം ഒരുക്കിക്കഴിച്ചുകൊണ്ടാണ് കുളത്തിലേക്ക് നടന്നത്. ഓരോ ചുവടുകളിലും അപകടം പതിയിരിക്കുന്നു. പാർവതിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ പൂജാമുറിയിലേക്ക് ഓടുന്നത് കണ്ടതാണ്. തുടർന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തൊരു വാശിയും കൂടി പുതുതായി മാധവനുണ്ടായി. രുദ്രൻ അപ്പപ്പോൾ തിരിച്ചടി കൊടുക്കുകയെന്നല്ലാതെ അയാളുടെ മാന്ത്രിക ശേഷി നശിപ്പിക്കണമെന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് കൂടിയേ കഴിയൂ എന്ന് മാധവൻ ഉറച്ചു. ഇനി രുദ്രൻ ഒരു പൂജയും ചെയ്യരുത്. കുളത്തിലിറങ്ങി ഒരു കുമ്പിൾ ജലമെടുത്ത് തർപ്പണം ചെയ്തുകൊണ്ട് മാധവൻ ശപഥം ചെയ്തു. രുദ്ര, ഇനി നിന്റെ വിക്രിയകൾക്ക് ആയുസ് 4 ദിവസമാണ്. ആ 4 ദിവസത്തിനുള്ളിൽ തനിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ശക്തിയായി പീഡിപ്പിക്കുക തന്നെ ചെയ്യും. കുളിയും കഴിഞ്ഞ് ഗായത്രി മന്ത്രവും ഉരുവിട്ടുകൊണ്ട് മാധവൻ തിരക്കിട്ട് ഗുഹയിലേക്ക് നടന്നു. നിലവിളക്ക് കൊളുത്തി പ്രഭാത പൂജകൾക്കൊരുങ്ങുമ്പോൾ അമ്മാവന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. മാധവ, ഇനി നീ കൂടുതൽ കരുതിയിരിക്കണം. രുദ്രൻ വല്ലാതെ കോപിച്ചിരിക്കുന്നു. അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചത് അയാളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് ഉറച്ചു കഴിഞ്ഞു അമ്മാവ. ഇപ്പോൾ മുതൽ ഈ നിമിഷം മുതൽ ഞാൻ ആ ശപഥം നിറവേറ്റാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ നിലവിളക്ക് കൊളുത്തിയത് അതിനു വേണ്ടിയാണ്. അയാളുടെ പരാജയം അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. മാധവൻ മന്ത്രിച്ചു. നീ വിജയിക്കാതിരിക്കരുത്. മാധവന്റെ നെഞ്ച് പടഹമടിച്ചു. ശബ്ദം മറിഞ്ഞു. അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട മുഹൂർത്തങ്ങളിലേക്ക് മാധവൻ ലയിക്കുകയായി. കുഞ്ഞനച്ഛന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഇന്ന് വീടുമാറ്റം പൂർണ്ണമാകുന്നു. ഈ അവസാനത്തെ കാളവണ്ടി കൂടി പുതിയ വീടിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ വെന്നിമലയിൽ നിന്ന് തന്റെ മാറ്റം പൂർത്തിയാകുകയാണ്. ഇന്നലെ സന്ധ്യയോടെ സാധനങ്ങളെല്ലാം എത്തിച്ചു കഴിഞ്ഞു. ഇത് തങ്ങളുടെ യാത്രാവണ്ടിയാണ്. ഭാര്യയും പാപ്പച്ചനും ചേട്ടന്റെ മക്കളും വണ്ടിയിൽ കയറി ഇരുന്നു കഴിഞ്ഞു. വീടിന് നേരെ ദയനീയമായെന്ന് നോക്കിയിട്ട് കുഞ്ഞനച്ഛനും വണ്ടിയിലേക്ക് കയറി. ഉപേക്ഷിച്ചു പോവുകയല്ല ഞാൻ. പൂർവാധികം ശക്തിയായി സമാധാനത്തോടെ തിരിച്ചു വരാനൊരിടവേള മാത്രമാണ് ഈ യാത്ര. ഞാൻ വരും. ഒരു ബ്രാഹ്മണനും എന്റെ രോമത്തിൽ തൊടാനൊക്കത്തില്ല. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. കാളവണ്ടി അകലുകയായി. പക്ഷേ കുഞ്ഞനാച്ചൻ അറിയാതെ, യാത്രക്കാരനും അറിയാതെ ഒരു നിഴൽ കൂടി വണ്ടിക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞനാച്ചന്റെ വീട്ടിൽ നിന്ന് അയാൾക്ക് പുറകെ ഇറങ്ങിയ ഒരു അദൃശ്യമായ നിഴൽ രൂപം. ജനിച്ചു വളർന്ന ഭവനം പിന്നിലേക്ക് ചെറുതാകുന്നത് കുണ്ഠിതത്തോടെ കുഞ്ഞനാച്ചൻ നോക്കിയിരുന്നു. അയാൾ ഒരു നെടുനിശ്വാസം ഉതിർത്തു. മറിയാമ്മയും പാപ്പച്ചനും ചേട്ടന്റെ പെൺമക്കളും മൂകമായിരിക്കുകയാണ്. ആ വീട് വിട്ടുപോകാൻ അവർക്കും വിഷമമുണ്ടെന്ന് തോന്നുന്നു. കല്ലും കുഴികളുമുള്ള പഞ്ചായത്ത് വഴിയിലൂടെ കാളവണ്ടി വലിഞ്ഞു നീങ്ങി. ബന്ധപ്പെട്ട് വലിക്കുന്ന കാളകളെ വണ്ടിക്കാരൻ ചാട്ടവാറിനടിച്ചു. അതുങ്ങളെ തല്ലേണ്ട കുര്യാക്കോ. മനുഷ്യന് നടക്കാൻ പറ്റാത്ത വഴിയിൽ അതുങ്ങളെങ്ങനെ ചെയ്യാനാ? പതിയെ പോയാ മതി, ഒട്ടും തിരക്കില്ല. പക്ഷേ കുര്യാക്കോ മറുപടി പറയാതെ ചാട്ടവാർ കൊണ്ട് കാളുകൾക്ക് വീണ്ടും അടിയേൽപ്പിക്കുകയാണ് ചെയ്തത്.
വണ്ടി നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ കാളകളല്ല, കുര്യാക്കയുടെ ചാട്ടവാറാണെന്നാണ് കുര്യാക്കോയുടെ ഭാവം. കുഞ്ഞനാച്ചൻ പുറത്തേക്ക് നോക്കിയിരുന്നു. പാപ്പച്ചന് വീട് വിട്ടു പോരാൻ മനസ്സുണ്ടായിരുന്നില്ല. വീട് മാറിയത് കൊണ്ട് തങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഉപദ്രവം ഒഴിയുമെന്ന ചിന്തയും അവനില്ല. അപ്പനോട് ആദ്യമായി പാപ്പച്ചന് വിരോധം തോന്നിപ്പോയ നിമിഷങ്ങളാണത്. എല്ലാം ഉണ്ടാക്കി വെച്ചത് അപ്പനാണ്. അതിന്റെ വല്ല ആവശ്യവുമുണ്ടായിരുന്നു? ആ നമ്പൂതിരിക്ക് പുരയിടത്തിന്റെ തുക കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞയക്കാമായിരുന്നു. പണം കയ്യിലുണ്ടായിരുന്നു താനും. എന്നിട്ടും അപ്പൻ ലാഭത്തിന്റെ വഴി തേടി. ആ വഴി നഷ്ടങ്ങളുടെ ഖജനാവുകളാണ് നേടിത്തന്നത്. പുരയിടത്തിന് കൊടുക്കേണ്ട തുകയേക്കാൾ എത്രയോ ഇരട്ടി ഇപ്പോൾ ചെലവായി കഴിഞ്ഞു. എന്നിട്ടെന്തെങ്കിലും വഴി തെളിഞ്ഞോ? അതുമില്ല. തങ്ങൾ പെരുവഴിയിലാവുകയും ചെയ്തു. ആരും അറിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അത് വെന്നിമലയിൽ ഓരോ മനുഷ്യനും അറിയാമെന്ന് വന്നിരിക്കുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന കഥ പരസ്യമായ രഹസ്യമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള ഈ ഒളിച്ചോട്ടത്തിന് പിന്നിൽ ഭയം കാരണമായൊരു ഓർമ്മയല്ലേ അപ്പനെ ഭരിക്കുന്നത്? അതേന്നവൻ അറിയാം. വെന്നിമലയിൽ നിന്ന് കാളവണ്ടി ഒന്നൊന്നര നായിക പിന്നിട്ടിരിക്കുന്നു. ഇപ്പോ ഇത് വലിയൊരു കയറ്റം കയറുകയാണ്. കയറ്റം കഴിഞ്ഞാൽ ഒട്ടുദൂരം സമനിരപ്പിലാണ് വഴി. പിന്നെ കുത്തനെ ഇറക്കം. സമനിരപ്പിലും കയറ്റത്തിലും റോഡിന്റെ ഒരു വശം അഗാധ ഗർത്തമാണ്. ഇനിയും പിന്നിടേണ്ട ദൂരത്തിലേക്ക് 4 നാഴികയെങ്കിലുമുണ്ട്. തന്റെ എല്ലാ തിരകൾക്കും കണിഞ്ഞാൻ വീണിരിക്കുന്നു. എല്ലാ ഉത്സാഹങ്ങൾക്കും മേലെ ഇപ്പോൾ ഇരുൾ പെയ്തിറങ്ങിയിരിക്കുന്നു. എല്ലാം ഒരു ദുരന്ത നിമിഷം തന്നെ സമ്മാനം. കുഞ്ഞനാച്ചൻ ഒരു നെടുനിശ്വാസമുതിർത്തു. ഒന്നും വേണ്ടിയിരുന്നില്ല, ഒന്നും. ആ തോന്നൽ ശക്തിയായി ഹൃദയത്തെ മതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇനിയൊന്നും ആലോചിച്ചിട്ടോ കുണ്ഠിതപ്പെട്ടിട്ടോ കാര്യമില്ല. അരുതാത്തതെല്ലാം സംഭവിച്ചു. പുതിയ വീട്ടിലെങ്കിലും സ്വസ്ഥതയുണ്ടായാൽ മതി. ഈ നേരമെല്ലാം ആ കാളവണ്ടി അനുഗമിച്ചിരുന്ന അദൃശ്യനിഴൽ ഇപ്പോൾ ഒരത്ഭുതം സംഭവിപ്പിച്ചിരിക്കുന്നു. ആ നിഴൽ ആരും അറിയാതെ കാളകൾക്ക് മധ്യത്തിലെത്തി. 2ആയി പകുത്തു. ഓരോ പകുതിയും ഓരോ കാളകളുടെയും ദേഹത്തേക്ക് അലിഞ്ഞു ലയിച്ചു. കാളകൾ ഒന്ന് പിടഞ്ഞുവെന്ന് തോന്നി. പൊടുന്നനെ കാളകൾ ഒന്നു നിന്നു. കുര്യാക്കോ രോഷത്തോടെ ചാട്ടവാർ വീശി. കാലന്മാരെ, കയറ്റത്തിലാണോ നിങ്ങളുടെ ഒടുക്കത്തെ വിശ്രമം? കാളകൾ രണ്ടും ചെവി വട്ടം പിടിച്ചു. കുര്യാക്കയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് പോലെ. അവറ്റകളുടെ വാലുകൾ പതിവില്ലാത്ത വിധം വേഗതയിൽ ചലിക്കാൻ തുടങ്ങി. കുര്യാക്കോ എന്തുമാത്രം പുലഭ്യം പറഞ്ഞിട്ടും അവറ്റയ്ക്ക് യാതൊരു ചലനവുമില്ല. ആ ധിക്കാരം കുര്യാക്കോയെ വിളറിയെടുപ്പിച്ചു. ഇവന്മാർക്ക് എന്തു പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതിലും വലിയ കയറ്റം പുഷ്പം പോലെ കയറുന്നതാ. നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ എംബോക്കികൾ? അയാൾ തലങ്ങും വിലങ്ങും ചാട്ടവാർ വീശി. ഇല്ല, കാളകൾക്ക് യാതൊരു കൂസലുമില്ല. കുര്യാക്കോ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. കള്ളിപ്പരിശികൾക്ക് പറ്റിയ ഒറ്റമൂലി എന്റെ കയ്യിലുണ്ട്. ഇവന്മാരുടെ അപ്പന്മാരോടും. ആഹാ! കുര്യാക്കോ അതിവേഗതയുടെ മടിയിൽ നിന്ന് ഒരു ബീഡിയെടുത്തു. ആദ്യ തിടുക്കത്തോടെ തീപ്പെട്ടി ഉരസി കത്തിച്ച് ആഞ്ഞാഞ്ഞു വലിച്ചു. ബീഡിത്തുമ്പത്ത് കനൽ പോലെ ചാരമെരിഞ്ഞപ്പോൾ ക്രൂരമായൊരു ചിരിയോടെ അയാൾ കാളകളുടെ സമീപത്തേക്കടുത്തു. കാളകളുടെ വാലുകൾക്കിടയിൽ ആ തീ കൊണ്ട് കുത്താനുള്ള ഒരുക്കം. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. കുര്യാക്കോയുടെ കാലുകൾ തങ്ങൾക്ക് നേരെ ചലിക്കാൻ തുടങ്ങിയ മാത്രയിൽ തന്നെ ഒരു മഹാദുരന്തത്തിന്റെ തുടക്കം കുറിച്ചു. കാളകൾ രണ്ടും ഒന്ന് കുതിച്ചു. അപ്പോൾ അവറ്റയ്ക്ക് കുതിരശക്തിയാണുണ്ടായിരുന്നെന്ന് തോന്നും. അടുത്ത ക്ഷണം ഭ്രാന്തമായ വേഗതയിൽ അവ കയറ്റത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. കുഞ്ഞനാച്ചൻ വീണു പോകാതിരിക്കാൻ അഴികളിൽ അള്ളിപ്പിടിച്ചു. വണ്ടിക്കുള്ളിൽ പെണ്ണുകൾ ഭയന്ന് കരയാൻ തുടങ്ങിയിരിക്കുന്നു. കുര്യാക്കോയ്ക്ക് വണ്ടിയിൽ കയറാൻ കഴിഞ്ഞില്ല. അയാൾ ഒരു ഭ്രാന്തനെ പോലെ കാളുകളുടെ പേരുകൾ വിളിച്ചുകൊണ്ട് കയറ്റം ഓടിക്കയറുകയാണ്. കുതിരവണ്ടിയേക്കാൾ വേഗതയിൽ ആ വാഹനം കുതിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങാൻ കുഞ്ഞനാച്ചൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധ്യമില്ലെന്ന് അയാൾ അറിഞ്ഞു. വഴിയുടെ ഇരുവശങ്ങളിലെ മരങ്ങൾ വല്ലാറ്റൊരു ഭാവത്തിൽ കുലുങ്ങി വിറയ്ക്കുന്നു. അസഹ്യമായൊരു ചൂളക്കാറ്റും മൂടൽമഞ്ഞും ഇരുവശങ്ങളിൽ നിന്ന് വഴിയിലേക്ക് വന്നു കയറുന്നു. കുഞ്ഞനാച്ചൻ നടുങ്ങി വിറച്ചു. കുര്യാക്കോ കയറ്റത്തിലെത്തിയിട്ടില്ല ഇതുവരെ. പിന്നെ ആരാണ് കാളവണ്ടി നിയന്ത്രിക്കുന്നത്? പാപ്പച്ച, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. കുഞ്ഞനാച്ചൻ നിർവിളി പോലെയാണത് പറഞ്ഞത്. അവനത് കേട്ടോ എന്ന് സംശയം. വലതുവശത്തേക്ക് നോക്കാൻ പോലും ഭയം തോന്നി. അത്യഗാധമായി കിടങ്ങു പോലെയാണ് കൊക്ക. വണ്ടിയുടെ ചക്രമൊന്നു പാളിയാൽ. എന്റെ കർത്താവേ! കുഞ്ഞനാച്ചന്റെ കണ്ണുകൾ തുറിച്ചിരുന്നു. അയാൾ പുറകിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മൂടൽമഞ്ഞിനിടയിലൂടെ വണ്ടിയുടെ അതേ വേഗതയിൽ ഒരു വെളുത്ത രൂപം തങ്ങളെ അനുഗമിക്കുന്നത് കുഞ്ഞനാച്ചൻ കണ്ടു. മഞ്ഞന്മറ ഇല്ലാതിരുന്നത് ഒരിടത്ത് വന്നപ്പോൾ ആ രൂപം കൂടുതൽ വ്യക്തതയായിരുന്നു. കുഞ്ഞനാച്ചൻ പിടഞ്ഞുപോയി. വിഷ്ണുനാരായണൻ നമ്പൂതിരി. വായുവിലൊഴുകും പോലെ ആ രൂപം തങ്ങളെ പിന്തുടരുകയാണ്. കുഞ്ഞനാച്ചന്റെ സപ്തനാടികളും തളർന്നു.
വണ്ടിയും തിരുമേനിയും അകിലുള്ള അകലം എപ്പോഴോ ഒന്നു തന്നെയായിരുന്നു. ചതിച്ചല്ലോ പാപ്പച്ച, കുഞ്ഞനാച്ചൻ നിലവിളിച്ചു. അയാളുടെ കൈകൾ വണ്ടിയിലെ പിടുത്തത്തിൽ നിന്ന് അയഞ്ഞു. ആ നിമിഷം ചക്രങ്ങൾ ഒരു കുണ്ടിൽ വീഴുകയും എടുത്തറിയപ്പെട്ടതുപോലെ കുഞ്ഞനാച്ചൻ വഴിയിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ആ ക്ഷണം തന്നെ നിയന്ത്രണം വിട്ട കാളവണ്ടി വലതുവശത്തെ കൊക്കയിലേക്ക് എടുത്തെറിയപ്പെട്ടു. കൂട്ടനിളവിടെ മാറ്റലി കൊക്കയിലേക്ക് താണു പോയി. 4-5 പേരുടെ ആർത്തനാദങ്ങളുടെ ഒരുമിച്ചുള്ള ലയം. ഒരു നിമിഷാർദ്ധമേ മാറ്റലി കേട്ടുള്ളൂ. പിന്നെ എല്ലാം നിശ്ചലം, ശാന്തം. പ്രകൃതിയിൽ അല്പനേരം മുൻപുണ്ടായിരുന്ന പ്രത്യേകതകൾ എങ്ങോ മറഞ്ഞു. കോടമഞ്ഞകന്നു, കാട്ടു നിലച്ചു. വിയർത്ത് കുളിച്ച് കിതച്ച് തളർന്ന് അവിടെ എത്തിയ കുര്യാക്കോ സ്തംഭിച്ചു നിന്നുപോയി. കണ്ണെത്താ ദൂരത്തെങ്ങും കാളവണ്ടി കാണാനില്ല. സമനിരപ്പും ഇറക്കവും കടന്ന് അതിത്ര വളരെ ദൂരം അകന്നു കഴിഞ്ഞുവോ? തൊട്ടടുത്ത് നിന്ന് ദയനീയമായൊരു ഞരക്കം കേൾക്കുന്നു. ഞെട്ടലോടെ കുര്യാക്കോ നോക്കി. പഞ്ചായത്ത് വഴിയുടെ ഇടത്തെ അരികിൽ കള്ളിമുൾ പൊന്തയ്ക്കിടയിൽ രക്താഭിഷിക്തനായി കുഞ്ഞനച്ചൻ കിടക്കുന്നു. അവിടെ കിടന്ന അയാൾ അർദ്ധപ്രാണനോടെ ഞരങ്ങുന്നു. വല്ലവിദ്യനെയും കുര്യാക്കോ കുഞ്ഞനച്ചനെയും മുള്ളുകൾക്കിടയിൽ നിന്ന് അടർത്തിയെടുത്തു. എന്റെ വണ്ടി എന്തിയേ കുഞ്ഞന? അവരൊക്കെ എന്തിയേ? ഒരു വിലാപം പോലെ കുര്യാക്കോ ചോദിച്ചു. കുഞ്ഞനച്ചൻ കൈമലർത്തി. പിന്നെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അയാളുടെ ബോധം മറ്റേതോ അബോധ തലത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിദാരുണമായ ആ രംഗത്തിലേക്ക് വന്നെത്തിയവരെല്ലാം മിഴികൾ മലർക്കെ തുറന്നു. തികച്ചും അസംഭവ്യമായ ആ ദുരന്തം നൽകിയ നടുക്കം നിഴലിക്കുന്ന മിഴികൾ കൊക്കയുടെ വക്കിയിൽ കത്തിയിരുന്ന ഓരോ മനുഷ്യരിലും ദയനീയതയോടെ ഒഴിഞ്ഞു. അത് കുഞ്ഞനാച്ചനായിരുന്നു. കുഞ്ഞനാച്ചൻ അരികിൽ മുട്ടുകളിൽ തലയും താങ്ങി മറ്റൊരു മനുഷ്യനും ഇരുന്നിരുന്നു. കുര്യാക്കോച്ചൻ. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിതമാണ് ചത്തുമലച്ച് കൊക്കയിൽ കിടക്കുന്നത്, പൊട്ടിയിടർന്ന് ചിതറിച്ചിരിക്കുന്നത്. കാളവണ്ടിയുടെ അവശിഷ്ടം കണ്ടാൽ പഴകിയ വിറകുകൾ ആരോ കെട്ടഴിച്ച് വിതറിയതുപോലെ തോന്നും. കാളകൾ ചിന്ന ഭിന്നമായി മാംസകഷ്ണങ്ങൾ വാരിക്കെട്ടിയ തോൾസഞ്ചി പോലെ കിടന്നിരുന്നു. അതിലൊട്ടും വ്യത്യാസമില്ലാതെ 4 മനുഷ്യജീവിതങ്ങളും കൊക്കയിൽ നിത്യനിദ്രയിലാണ്ടു. മറിയാമ്മ, പാപ്പച്ചൻ, 2 ഇളം യുവതികളും. ആ ജഡങ്ങളിൽ നോക്കി കുഞ്ഞനാച്ചൻ കരഞ്ഞില്ല, ചിരിച്ചു. ഉറക്കെ ചിരിച്ചു. കൊക്കയിലേക്ക് ചാടാൻ പലവട്ടം അയാൾ ശ്രമിച്ചതാണ്. പക്ഷെ ആരോ അപ്പോഴൊക്കെ അയാളെ പിന്നിലേക്ക് വലിച്ചു മാറ്റുകയായിരുന്നു. അടുത്തുനിന്നവരല്ല, അദൃശ്യമായ മറ്റാരുടെയോ കൈകൾ പലതവണ താഴേക്കിറങ്ങാൻ ശ്രമിച്ചിട്ടും അതേ അനുഭവം തന്നെയുണ്ടായി. ഗ്രാമം കൊക്കയുടെ വക്കിൽ വീർപ്പടക്കി നിന്നു. ഒരു കാളവണ്ടിയും ഒരിക്കലും അറിയാത്ത സ്ഥലമാണിത്. ഇത് മനഃപൂർവ്വം ആരോ തള്ളിയിട്ടതുപോലെയുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ നേരത്ത് നാട്ടുകാർ 4 ചെടവ് മുകളിലേക്ക് എത്തിച്ചു. കുഞ്ഞനാച്ചൻ ആ മാംസകഷ്ണങ്ങളിൽ തുറച്ചു നോക്കിയിരിക്കുകയാണ് ചെയ്തത്. മറ്റു ചടങ്ങുകളിലും ആരൊക്കെയോ ചേർന്ന് നയിച്ചതുകൊണ്ട് മാത്രം കുഞ്ഞനാച്ചൻ പങ്കെടുത്തു. അയാൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ആ തിരുമേനിയോട് ചെയ്ത പാപത്തിന്റെ ഫലമാ ഈ അനുഭവിക്കുന്നത്. അതിനുശേഷം കുടുംബത്തിനും സ്വസ്ഥതയുണ്ടായിട്ടില്ല. ഇതാ ഇപ്പോഴിങ്ങനെയും. കുഞ്ഞനാച്ചന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇനി അത് നേരെയാവാൻ ബുദ്ധിമുട്ടാണ്. പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. കുഞ്ഞനാച്ചനതൊന്നും അറിഞ്ഞില്ല. മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പെട്ടികൾ പള്ളി സെമിത്തേരിയിലേക്ക് അടുക്കുമ്പോൾ ഒപ്പം നടന്ന കുഞ്ഞനാച്ചൻ പെട്ടെന്ന് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ആണ്ടടാ പാപ്പച്ച, തിരുമേനി നിന്നെ പിടിക്കാൻ വരുന്നു. ഓടിക്കോടാ, ഓടി അറപ്പുറത്ത് കയറടാ. എന്തോ കണ്ട് ഭയന്ന് നിലവിളിക്കും പോലെയായിരുന്നു കുഞ്ഞനാച്ചന്റെ ശബ്ദം. സെമിത്തേരിയിലേക്ക് നോക്കിക്കൊണ്ടാണ് അയാൾ കൂട്ടം വിട്ടോടിയത്. കുഞ്ഞനാച്ചൻ ഭയന്നു. അവിടേക്ക് എല്ലാവരും നോക്കി. യാതൊന്നും ഉണ്ടായിരുന്നില്ല. ചിലർ ചേർന്ന് ഒരു പിടി മണ്ണ് ശവക്കുഴിയിൽ ഇടാൻ നിർബന്ധിച്ച് കുഞ്ഞനാച്ചനെ പിടിച്ചുകൊണ്ട് വന്നു. അയാൾ ശക്തിയായി പിന്നിലേക്ക് കുതിരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അയ്യോ അയ്യോ, നമ്പൂതിരി നിൽക്കുന്നു, അയാൾ എന്നെ കൊല്ലും. കുഞ്ഞനാച്ചൻ അലറിക്കരഞ്ഞു. അവിടെ ഒന്നുമില്ല കുഞ്ഞനാച്ച, താൻ വാ. ഉണ്ട്, അതാ ആ കുഴികളുടെ നടുവിൽ നിന്ന് അയാൾ എന്നെ വിളിക്കുന്നു, കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നു. എന്റെ ഈശോയെ, ഞാനില്ല. കുഞ്ഞനാച്ചന്റെ നിലവിളി ഉയരുകയാണ്. അയാളുടെ ശക്തിയായ കുതിരൽ തുടർന്നപ്പോൾ ആരോ പറഞ്ഞതനുസരിച്ച് അവർ കുഞ്ഞനാച്ചന്റെ പിടി അയച്ചു. അയാൾ വെടിച്ചില് പോലെ സെമിത്തേരി മുറ്റത്ത് നിന്ന് പള്ളിയങ്കണത്തിലൂടെ എവിടേക്കോ പാഞ്ഞു. അയാളുടെ നിലവിളി ദൂരേക്ക് പോവുകയാണ്. ഇനി അയാളെ ഒന്നിനും കാക്കണ്ട. കുഞ്ഞനാച്ചന് സുബോധമില്ല. കുഞ്ഞനാച്ചന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ശവസംസ്കാരം നടന്നു. പള്ളിമുറ്റത്ത് നിന്ന് പിരിയുന്നവർക്ക് ആ ദുരന്തത്തെക്കുറിച്ച് ഓർക്കാനേ കഴിയുന്നില്ല. അതെങ്ങനെ സംഭവിച്ചു? പാവങ്ങൾ, ഒന്നും ചെയ്യാത്തവരാണ് ഒരാൾ ചെയ്തതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത്. മരിച്ചവർ പോയെന്ന് വിശ്വസിക്കാം. കുഞ്ഞനാച്ചന്റെ അവസ്ഥ അതിലും കഷ്ടമായില്ലേ? അതേ സംഭവിക്കൂ.
ഏറെ ലാഭത്തിന് പോയതല്ലേ? പെരുഞ്ചേതമായി. എല്ലാം അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടപ്പോൾ ബോധ്യമായില്ലേ? കപ്പ്യാര് കുരിശു വരച്ചു. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? അതേ സംഭവിക്കൂ. ഏറെ ലാഭത്തിന് പോയതല്ലേ? പെരുഞ്ചേതമായി. എല്ലാം അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നിപ്പോൾ ബോധ്യമായില്ലേ? കപ്പ്യാര് കുരിശു വരച്ചു. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? കുഞ്ഞനച്ഛന് സുഖമായൊരു ജീവിതത്തിന് വ്യാമോഹമുണ്ടായിരുന്നു. സ്വത്തുക്കൾക്ക് ആർത്തിയായിരുന്നു. അത് ചുളുവിൽ സംഘടിപ്പിച്ചത് അനുഭവിക്കാനൊത്തില്ല. എങ്കിലും അനുഭവിക്കാനുള്ള അഭിവാജ്ഞ മൂലം ദുർമാന്ത്രികനെ ആരും അറിയാതെ വീട്ടിൽ പാർപ്പിച്ചു. എന്നിട്ടെന്തെങ്കിലും ഉണ്ടായോ? ഓരോ നിമിത്തങ്ങളും അയാൾക്കെതിരെ അണിനിരന്നു. രുദ്രനെ പിണക്കാൻ തന്നെ നിമിത്തമായി വന്നതാണ് കട്ടപ്പനയിൽ നിന്ന് ചേട്ടനും കുടുംബവും. അതങ്ങനെയായിരിക്കണമെന്ന് ആരോ ഉദ്ദേശിച്ചു. ഉദ്ദേശം അതുപടി നടപ്പാക്കപ്പെട്ടു. സംഭവിച്ചതെല്ലാം എങ്ങനെയായാലും കുഞ്ഞാനച്ഛനെതിരെ തന്നെയായിരുന്നില്ലേ? ആ കുഞ്ഞാനച്ഛൻ എവിടെ പോയി ഒളിച്ചു? രുദ്രനമ്പൂതിരി മശുവറ്റലേക്ക് മുന്നിൽ പകച്ചു നിന്നു. കുഞ്ഞനാച്ചന്റെ പതനം അയാൾക്ക് വ്യക്തമായി അറിയുന്നു. തനിക്കിപ്പോൾ സന്തോഷമാണോ തോന്നുന്നത്, അതോ സന്താപമോ? കുഞ്ഞനാച്ചന്റെ പതനം തന്റെ പരാജയമാണെന്നോർക്കുമ്പോൾ അയാളെ അടിമുറി വിറയ്ക്കുകയാണ്. എന്തൊക്കെയായിരുന്നാലും വെന്നിമലയിൽ താനുണ്ടായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊരു ദുരന്തം തീർച്ചയായും കുഞ്ഞനാച്ചൻ ഉണ്ടാകുമായിരുന്നില്ല. താനാണിതിന്റെ പിന്നിലെന്ന് കുഞ്ഞനാച്ചൻ കരുതുന്നുണ്ടാകും. അയാളോട് പകയുണ്ടെന്ന് തീർച്ചയാണ്. പക്ഷെ അതിന് ആ സ്ത്രീകൾ എന്തു പിഴച്ചു? ഇത് ചെയ്തത് ആ ദുഷ്ടനാണ്, മാധവൻ. അവൻ മന്ത്രം ചെയ്ത് അമ്മാവന്റെ ബ്രഹ്മരക്ഷസിന് വീര്യം കൂട്ടിയിരിക്കുന്നു. അവന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മരക്ഷസാണ് അവരെ കൊക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അക്കാര്യത്തിൽ സംശയമേയില്ല. പകയുള്ള രക്ഷസാണിത്. താനും അത് അനുഭവിച്ചതാണല്ലോ. ഇനിയും കുഞ്ഞനാച്ചന്റെ മരണം കൂടി കണ്ടാലും രക്ഷസിന് തൃപ്തിയാവില്ല. രക്ഷസിന്റെ പക ഇനിയും തുടരും. കുഞ്ഞനാച്ചന്റെ കുടുംബവുമായി രക്തബന്ധമുള്ളവരും ആ പകയുടെ തീക്ഷ്ണത അറിയും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ബ്രഹ്മരക്ഷസിനെ തുടക്കത്തിലെ തളയ്ക്കണം. അത് കഴിയാത്തിടത്തോളം കാലം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ശാപം പടരും. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ആ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ആ പകയുടെ രുചി അനുഭവിക്കേണ്ടി വരും. രുദ്രൻ അതോർത്തു നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? പാർവതിപ്പിള്ള സംഭവത്തിനു ശേഷം പൂജാമുറിയിൽ നിന്നിറങ്ങുക അപൂർവമായി. വേണ്ടപ്പെട്ടവരുടെ മുഖത്തു നോക്കാൻ വൈക്ലപ്യം. അത് ചെയ്തത് മാധവനാണെന്നറിയാം. തത്തുല്യമായ ഒരു മാനഹാനി അവന് വരുത്തിവെക്കാൻ കഴിയുന്നുമില്ല. പിഷാരടി വേഷത്തിൽ തന്റെ മൂർത്തിയെ പറഞ്ഞതിനു ശേഷം അവൻ ഗുഹയ്ക്കുള്ളിൽ മന്ത്രം കൊണ്ട് ശക്തിയായ ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നു. ഇനി സാക്ഷാൽ പിഷാരടി ചെന്നാലും അവന്റെ അനുവാദത്തോടെയല്ലാതെ ഗുഹയിലേക്ക് കയറാനാവില്ല. അവിടെയും പരാജയപ്പെട്ടത് താനാണ്. ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് മുഴുവൻ മാധവനാണ്. അതോർക്കെ രുദ്രന്റെ നെഞ്ചു പിടഞ്ഞു. അവനെ തോൽപ്പിക്കണം. ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ പരാജയപ്പെടാനാണെങ്കിൽ പിന്നെ തന്റെ മന്ത്രസിദ്ധി കൊണ്ടെന്ത് പ്രയോജനം? പരാജയ കഥ നാളെ ലോകരറിയില്ലേ? ഓർക്കുന്തോറും വിമ്മിട്ടപ്പെടുകയാണ് മനസ്സ്. ഇനി 2 ദിവസത്തെ പൂജ കൂടി കഴിഞ്ഞാൽ അവൻ ബ്രഹ്മരക്ഷസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. അന്നത്തെ ആ സംഭവത്തിനു ശേഷം മാധവൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്ന് രുദ്രൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ രുദ്രന്റെ പ്രതികാര ചിന്ത മറ്റൊരു തരത്തിൽ പ്രകടമായി. നല്ല ആശയം. ഒരവസാന ശ്രമം കൂടി നടത്തിയേ പറ്റൂ. കുഞ്ഞനാച്ചനെയും കൊണ്ടേ ബ്രഹ്മരക്ഷസ് പോകൂ എന്നുറപ്പായിരിക്കുകയാണല്ലോ. അവൻ തന്നോട് ചെയ്തത് വെച്ചാണെങ്കിൽ കുഞ്ഞനാച്ചൻ അങ്ങനെ തന്നെ വരണം. പക്ഷേ അതുകൂടി സംഭവിച്ചാൽ വിജയിക്കുന്നത് മാധവനാണ്. പാടില്ല, അത് പാടില്ല. സടകുടഞ്ഞുണരുന്ന സിംഹഹൃദയനായ രുദ്രൻ കർമ്മനിരതനായി. പൂജാമുറിയിലെ വിളക്കുകൾ പൊടുന്നനെ കെടുത്തി. പൂജാ സാമഗ്രികൾ ഒതുക്കി വെച്ചു. അത്യാവശ്യത്തിന് മാത്രം ചിലതെടുത്ത് പട്ടുതുണിയിൽ പൊതിഞ്ഞു. അതിവേഗം വേഷമാറ്റി അയാൾ ഇല്ലക്കെട്ടിന് പുറത്തു കടന്നു. ശത്രുത കാട്ടിയെങ്കിലും കുഞ്ഞനാച്ചനെ രക്ഷിക്കേണ്ടത് തന്റെ ഒരു വാശിയുടെ ഭാഗമാണ്. വെന്നിമലയുടെ താഴ്വാരങ്ങളിലൂടെ ഉറക്കി ചിരിച്ചും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞും അല്പവസ്ത്രദാനായി ഓടി നടക്കുകയാണ് അയാൾ. തികച്ചും പ്രാകൃതനായി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു മാത്രമെങ്കിലും ഒന്ന് ഉറങ്ങാൻ അയാൾക്ക് കഴിയുന്നില്ല. ഭ്രാന്തന്മാരുടെ സ്വാഭാവികമായ ഉറക്കമില്ലായ്മയല്ല കാരണം. ഉറങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല. കൺപോളകൾ അടച്ചാൽ തൊട്ടു മുന്നിൽ വിഷ്ണുനാരായണ നമ്പൂതിരി എത്തുകയാണ്. കൂടുതൽ നഖങ്ങളുള്ള വിരലുകൾ തന്റെ കഴുത്തിലേക്ക് അമർത്താൻ അദ്ദേഹം അടുക്കുകയാണ്. ഞെട്ടിപ്പോകും. കണ്ണുകൾ മലർക്കെ തുറക്കും. ആ ഭാഗത്തു നിന്ന് മറ്റോട്ടെങ്കിലും കുതിച്ചു പായുകയും ചെയ്യും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ജന്മത്തിന്റെ വാർദ്ധക്യം അയാൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. വിജയാദ്രിനാഥ, അടിയൻ ഇന്ന് അങ്ങയോട് വിട ചോദിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം ഒന്നു മാത്രമാണ് അടിയന്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം. അടിയന് സന്തോഷമായി. സംതൃപ്തിയോടെ വെന്നിമലയിൽ നിന്ന് മടങ്ങുന്നു. വർഷത്തിലൊരിക്കലെങ്കിലും അങ്ങയുടെ തൃച്ചെവടികളിൽ അണയാൻ അവസരമുണ്ടാകണമെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മാധവൻ നമ്പൂതിരി വിജയാദ്രിനാഥന്റെ തിരുനടയിൽ നിന്ന് വീണ്ടും തൊഴുതു പിന്തിരിയുമ്പോൾ
സംതൃപ്തി നൽകുന്ന ചാരിതാർത്ഥ്യത്തിന്റെ പുഞ്ചിരിയുണ്ടായിരുന്നു ചുണ്ടുകളിൽ. ക്ഷേത്രത്തിൽ നിന്നിറങ്ങി മാധവൻ ഗുഹയ്ക്ക് നേരെ നടന്നു. തനിക്ക് ഇത്ര കാലവും അഭയം നൽകിയ ആസ്ഥാനം. ഗുഹയ്ക്ക് മുന്നിൽ നിന്ന് തൊഴുതു. പിന്നിൽ പിഷാരടിയുടെ നനഞ്ഞ മിഴികൾ. ഒരു കൊച്ചുകുട്ടിയുടെ വികാരവായ്പോടെ തന്നെ യാത്രയാക്കാൻ എത്തിയിരിക്കുകയാണ് പിഷാരടി. മാധവൻ തിരിഞ്ഞ് പിഷാരടിയുടെ കൈകൾ ചേർത്തു പിടിച്ചു. അങ്ങയുടെ സഹായങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സഹായങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ വിജയസാധ്യത കുറയുമായിരുന്നു. ഞാൻ എന്നും നന്ദിയോടെ അങ്ങയെ ഓർക്കും. സീതയുടെ വേളിക്ക് എന്നെ അറിയിക്കണം. എവിടെയായിരുന്നാലും ഞാൻ ഇവിടെ എത്തിക്കോളാം. പിഞ്ചുരിയോടെ മാധവൻ പിഷാരടിയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. ഒരു വാക്കുപോലും പറയാനാവാത്ത അവസ്ഥ. തിരുമേനിക്ക് നല്ലത് വരട്ടെ. വൃദ്ധന്റെ കരങ്ങൾ മാധവന്റെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞു. അവരിരുവരും ഗുഹയ്ക്ക് മുന്നിൽ നിന്ന് നടന്നു തുടങ്ങി. ഗ്രാമവീതിയിൽ എത്തിയപ്പോൾ പിഷാരടി നിന്നു. എങ്കിൽ യാത്രയാവുക. പിഷാരടി തലയും കുനിച്ചു നിന്നു. ആ കണ്ണുകളിലേക്ക് നോക്കി യാത്ര ചോദിച്ചുകൊണ്ട് മാധവൻ ചുവട്ടടികൾ വെച്ചു തുടങ്ങി. കുഞ്ഞനാച്ചന്റെ അടഞ്ഞുകിടക്കുന്ന വീടിന് മുന്നിലെത്തിയപ്പോൾ കാലുകൾ അറിയാതെ നിശ്ചലമായി. ആ വീടിന് നേരെയും തൊട്ടടുത്ത വളപ്പിലേക്കും കണ്ണുകൾ നീണ്ടു ചെല്ലുമ്പോൾ മാധവന്റെ ഉള്ളിലൊരു നെടുനിശ്വാസത്തിന്റെ ഉറവ് പൊട്ടി. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്വപ്നം പോലെ അവസാനിച്ചിരിക്കുന്നു. കുഞ്ഞനാച്ചന്റെ വീട്ടുമുറ്റത്ത് കരിയിലകൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്. പുല്ലുകൾ മുളച്ചു തുടങ്ങിയിരിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ജീർണത ബാധിച്ച് ആ വീടിന്റെ ഭിത്തികൾ ഇടിയും. മേൽക്കൂര തകർന്നു വീഴും. പിന്നെ അവിടെ വീടിന്റെ കരിങ്കൽ തറ മാത്രം അവശേഷിക്കും. കുഞ്ഞനാച്ചനെ പോലെ അയാളുടെ എല്ലാ സ്ഥാവര ജംഗമ സാധനങ്ങളും അവസാനിക്കും. ഇങ്ങനെ ഉണരാനാവാത്ത വിധം അയാളുമായി ബന്ധപ്പെട്ടതെല്ലാം ഒടുങ്ങും. അത് വിധിയാണ്, ശിക്ഷയാണ്, ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷ. അയാളുമായി രക്തബന്ധമുള്ളവരാരും ആ വളപ്പിൽ ഒരിക്കലും കാലുകുത്താതിരിക്കാൻ. സ്വന്തം വളപ്പിൽ അമ്മാവന്റെ മോചനം കിട്ടിയ ആത്മാവ് ചൈതന്യത്തോടെ കാത്തിരിക്കും. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും തുടരും. മോചനത്തിന്റെ നിമിഷം അമ്മാവൻ എന്തൊരാഹ്ലാദമായിരുന്നു. അവസാനമായി ഒരിക്കൽ കൂടി നിഴൽരൂപമായി വന്ന് അനുഗ്രഹിക്കുമ്പോൾ മന്ത്രിച്ചു തോർത്തു. മകനെ, നന്മ തന്നെ വിജയിച്ചു. നീ ഇന്നൊരു മാന്ത്രികനായി. ഏത് ക്ഷുദ്രകാർമ്മികനെയും നിലംപരിശാക്കാൻ പോകുന്ന ശക്തിവിശേഷം നിനക്ക് സിദ്ധിച്ചിരിക്കുന്നു. രുദ്രൻ നിന്റെ കാൽക്കൽ വീണില്ലേ? അയാളിന് നിനക്കെതിരെ ഒരിക്കലും മന്ത്രം ഉപയോഗിക്കില്ല. പരാജയം സമ്മതിച്ച് തൊഴുതു പിരിഞ്ഞില്ലേ? ഈശ്വര ശക്തിക്ക് മേൽ ഒരിക്കലും പൈശാചിക ശക്തിക്ക് വിജയമില്ലെന്ന് ബോധ്യപ്പെടുത്തത് നന്നായി. നന്മകൾ മാത്രം ചെയ്ത് നീ നല്ലൊരു മാന്ത്രികനായി തുടരൂ. ഞാൻ ഈ വെന്നിമലയിൽ നിന്ന് ഇങ്ങോട്ട് പോകില്ല. എക്കാലവും ഈ ഗ്രാമത്തിൽ ഞാൻ സ്വസ്ഥതയോടെ പുലരും. നിനക്ക് നന്മ വരട്ടെ. നിഴൽ രൂപം അപ്രത്യക്ഷമാകുമ്പോൾ ഹൃദയത്തിൽ എവിടെയോ വിങ്ങൽ അനുഭവപ്പെട്ടു. ഇനി അമ്മാവന്റെ ആത്മാവിനെ നിഴൽ രൂപമായി പോലും താൻ ഒരിക്കലും കാണില്ല. ആ ആത്മാവിന് നിത്യമോചനം നൽകി. ഒരു രുദ്രന്മാരുടെ ക്ഷുദ്രവും ഇനി ആത്മാവിനെ പിളിച്ചു തടക്കില്ല. എല്ലാം ഞൊടിയുടെ കൊണ്ടാണ് സാധിച്ചത്. തികച്ചും അപ്രതീക്ഷം. എങ്കിലും യാദൃച്ഛികമായി എല്ലാം ഒത്തുവരികയായിരുന്നു. കുഞ്ഞനാച്ചന്റെ മരണവും രുദ്രന്റെ പതനവും അമ്മാവന്റെ മോചനവും. അവസാന ദിവസത്തെ പൂജയും പൂർത്തിയാക്കി മന്ത്രോച്ചാരണത്തോടെ ഗുഹ വിട്ടിറങ്ങി. മനസ്സിൽ വിജയാദ്രിനാഥനെ പ്രതിഷ്ഠിച്ചു. അമ്മാവനെ സ്മരിച്ചു. ഗുരുകാരണവന്മാരെയും വിദ്യാദേവതയെയും മനസ്സാവന്ദിച്ച് വലതുകാലം വെച്ച് ഗുഹയ്ക്ക് പുറത്തിറങ്ങിയവേ ആദ്യം നോക്കിയത് പിഷാരടിയുടെ മുഖത്തേക്കായിരുന്നു. ശുഭ്രപുഷ്പങ്ങളുടെ ഒരു വെള്ളോട്ട് താലവുമായി ഗുഹാമുഖത്ത് നിൽക്കുകയായിരുന്നു പിഷാരടി. മുഖം വിടർന്നു. ആരും നിയോഗിച്ചതുപോലെയുണ്ടായിരുന്നു പിഷാരടിയുടെ ആ വരവ്. പൂജാപുഷ്പങ്ങളുടെ നിറതാലമാണ് ദർശനം. ഈശ്വര, എല്ലാം നന്മയ്ക്കാവണേ. എന്തോ പറയാനുള്ള വെപ്രാളത്തോടെയാണ് പിഷാരടിയുടെ നില. സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. രുദ്രൻ വന്നിരിക്കുന്നു തിരുമേനി. കുഞ്ഞനാച്ചനെ രക്ഷിക്കാനുള്ള വരവാണത്രേ. കാളവണ്ടി അപകടമുണ്ടായ സ്ഥലത്ത് വെച്ച് ഇരുവരും കണ്ടു. കിടങ്ങിലേക്ക് നോക്കി താടിക്ക് കൈയും കൊടുത്ത് ഉറക്കെ ചിരിച്ചും പൊട്ടിക്കരഞ്ഞും കുഞ്ഞനാച്ചൻ ഇരിക്കുന്നുണ്ട്. രുദ്രൻ അവിടെ തന്നെ ഇരുന്ന് എന്തോ കർമ്മം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കുറേയേറെ ജനങ്ങളും കൂടിയിട്ടുണ്ട്. ഒറ്റ വെറുപ്പിന് പിഷാരടി പറഞ്ഞു തോർത്തു. മാധവന്റെ കണ്ണുകൾ തിളങ്ങി. ശുഭദർശനം മാത്രമല്ല, ശുഭവാർത്തയും. രുദ്രനെ അയാൾ ഇല്ലത്ത് നിന്ന് ഇറക്കിക്കൊണ്ട് വരേണ്ടി വരുമെന്ന് സംശയിച്ചിരുന്നു. വേണ്ടി വന്നില്ലല്ലോ. ആരുടെയോ നിയോഗം പോലെ അയാളിതാ ഇവിടേക്ക് തന്നെ വന്നിരിക്കുന്നു. ഇതും വിധിയുടെ ഭാഗമാണ്. നടക്കൂ പിഷാരടി, അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ. പിഷാരടി മുന്നിൽ നടന്നു. മാധവൻ വിജയാദ്രിനാഥനെയും അമ്മാവനെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥതയോടെ സ്മരിച്ചുകൊണ്ട് പിന്നാലെ ചുവടുവെച്ചു. പകലിന്റെ വെള്ളി അലുക്കുകൾ വെന്നിമലയുടെ താഴ്വാരങ്ങളിൽ കരുണയോടെ ചിതറി വീണ് കിടന്നു. മാധവന്റെ രക്ഷ ഒന്ന് വിറച്ചു. കാര്യം മനസ്സിലായി. അമ്മാവന്റെ മുന്നറിയിപ്പാണ്. രുദ്രൻ മന്ത്രം കൊണ്ട് ത്വരിത വേഗത്തിൽ മുന്നേറുന്നുണ്ടാവും. ഇല്ല അമ്മാവ, ഇത് അവസാന മത്സരമാണ്.
ഒരു പക്ഷേ രുദ്രന്റെ അവസാന മന്ത്രപ്രയോഗവും. ഇവിടെയും അയാൾ പരാജയപ്പെടുകയാകും ഫലം. ഇപ്പോൾ എനിക്ക് വിജയത്തെക്കുറിച്ച് ആശങ്കയില്ല. പരാജയഭീതി തെല്ലുമേയില്ല. വിജയം സുനിശ്ചയം. മാധവൻ മനസ്സിൽ മന്ത്രിച്ചു. അവർ സ്ഥലത്തെത്തിയിരിക്കുന്നു. അകലെ നിന്നേ കണ്ടു ആൾക്കൂട്ടവും മന്ത്രക്കളത്തിന് മുന്നിലെ രുദ്രന്റെ ഇരിപ്പും. ഇത്ര ക്ഷണം അയാളെങ്ങനെ മന്ത്രക്കളം ഉണ്ടാക്കി? ഓ, അറിയാം, ഉപാസനമൂർത്തികൾ. മാധവനൊന്ന് പുഞ്ചിരിച്ചു. താഴ്വരയിൽ നിന്ന് കയറി വരുന്ന മാധവനെ രുദ്രൻ രൂക്ഷ നയനങ്ങളോടെ നോക്കി. ആ കണ്ണുകളിലെ വൈരം പരമശിവന്റെ തൃക്കണ്ണിന് തുല്യമായിരുന്നു. ഒരു ക്ഷണം മാത്രം. വല്ലാത്തൊരു തിടുക്കത്തോടെ രുദ്രൻ മന്ത്രങ്ങളിലേക്ക് കടന്നു. കുഞ്ഞനാച്ചൻ കിടക്കിന്റെ വക്കത്ത് ഒന്നും അറിയാതെ കുത്തിയിരുന്നു. പിഷാരടിയെ നോക്കി മാധവൻ പുഞ്ചിരിച്ചു. മാധവൻ രുദ്രൻ ഇരിക്കുന്നതിന്റെ എതിർഭാഗത്ത് പുൽപ്പരപ്പിൽ പത്മാസനമിട്ടിരുന്നു. മാധവന്റെ മുന്നിലേക്ക് പിഷാരടി പൂത്തളിക ഇരു കൈകളും കൂട്ടിവെച്ചു. മന്ദസ്മേരം പൊഴിയുന്ന മുഖവുമായി മാധവൻ ധ്യാനത്തിലേക്ക് കടന്നു. എല്ലാം പതിയെ. ഒന്നിനും ഒരു തിടുക്കവും കാട്ടിയില്ല. പ്രാർത്ഥനാ മന്ത്രത്തിന്റെ താളിയോലക്കെട്ടുകൾ മനസ്സിൽ നിവരുകയായി. തൊഴുകായി വിടർത്തി മാധവൻ എപ്പോഴോ ചുറ്റുമൊന്ന് തഴുകും പോലെ ചലിച്ചു. അത്ഭുതം! മാധവന് മുന്നിൽ 7 തിരികൾ വീതം കത്തുന്ന 7 നിലവിളക്കുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വീണ്ടും മന്ത്രങ്ങൾ, കൈചലനങ്ങൾ. അതാ ഹോമകുണ്ടവും പൂജാദ്രവ്യങ്ങളും നിരക്കുന്നു. രുദ്രൻ നടുങ്ങി. ജനങ്ങൾ അമ്പരന്നു. പിഷാരടി അത്ഭുത സ്തബ്ധനായി മിഴിച്ചു നിന്നു. മായാത്ത പുഞ്ചിരിയുമായി മാധവൻ മന്ത്രങ്ങളിൽ നിന്നും മന്ത്രങ്ങളിലേക്ക് കടന്നു. മന്ത്രങ്ങൾ രുദ്രന്റെ നാവിൽ സ്തംഭിച്ചു. അയാൾ തന്റെ മാന്ത്രികക്കളത്തിന് മുന്നിലിരുന്ന് വിറച്ചു. മാധവൻ കണ്ണുകൾ തുറന്നില്ല. പൊടുന്നനെ ജനങ്ങളൊന്ന് ഞെട്ടി. അവർക്ക് മുന്നിൽ ഒരു പൊട്ടിച്ചിരി. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രുദ്രൻ ചാടിപ്പിടഞ്ഞെണീറ്റു. ക്രൂരമായൊരു പുഞ്ചിരിയോടെ വിഷ്ണുനാരായണൻ നമ്പൂതിരി രുദ്രന്റെ നേരെ ചുവടുകൾ വെക്കുകയാണ്. മന്ത്രങ്ങളെല്ലാം മറന്നുപോയ രുദ്രൻ പിന്നിലേക്ക് മാറി. എല്ലാം ഇതാ ഇവിടെ അവസാനിക്കുന്നു. രുദ്രന്റെ തലച്ചോറിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി. കരളിലൊരു കടലിരമ്പി. ഇല്ല, ഇനി രക്ഷയില്ല. ബ്രഹ്മരക്ഷസ് തന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അയാളെ അടിമുടി വിറച്ചു. എവിടെയാണൊരാശ്രയം? തിരുമേനി കൂടുതൽ അടുത്തു കഴിഞ്ഞല്ലോ. തന്റെ നിസ്സാരതയെപ്പറ്റി ഒരു ഞൊടിയുടെ അയാൾ ചിന്തിച്ചു. ഇനി തന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയൂ. മാധവന്. എല്ലാ പ്രതീക്ഷയും ഒരു ഞൊടിയുടെ കൊണ്ട് നഷ്ടമായ രുദ്രൻ മനുഷ്യജന്മത്തിന്റെ നിസ്സാരത മനസ്സിലാക്കി. ആ നിമിഷം തൊഴുകൈയുമായി മാധവൻ എന്ന മാന്ത്രികന്റെ മുന്നിൽ ചെന്ന് അയാൾ ആ കാൽക്കലേക്ക് വീണു. എല്ലാം പൊറുക്കു മാധവ, എല്ലാ ശത്രുതയും മറക്ക്. രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങയോട് എനിക്ക് ശത്രുത ഉണ്ടായിട്ടിട്ട് വേണ്ടേ പൊറുക്കാൻ? അങ്ങനെയൊന്നില്ലല്ലോ. മാധവൻ രുദ്രനെ പിടിച്ചെണിപ്പിച്ചു. തിരുമേനെ തിരിച്ചുവിട്. ഞാൻ ആ ബ്രഹ്മരക്ഷസിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. എന്റെ കർമ്മം ചെയ്യുകയായിരുന്നില്ലേ? മാധവന്റെ കർമ്മം തന്നെ വിജയിക്കട്ടെ. ബ്രഹ്മരക്ഷസിന് മോചനം കൊടുത്തോളൂ. അങ്ങയുടെ അനുവാദത്തോടെ അത് ചെയ്യുന്നതാണ് എനിക്ക് സംതൃപ്തി. അതിനു മുൻപ് ബ്രഹ്മരക്ഷസിന് ഒന്നുകൂടി ചെയ്തു തീർക്കാനുണ്ട്. വിധിയാണ്. അതുകൂടി കഴിഞ്ഞേ മോചനകർമ്മമുള്ളൂ. മാധവൻ പറഞ്ഞു. രുദ്രന് കാര്യം മനസ്സിലായി. അയാൾ ദയനീയമായി കുഞ്ഞനാച്ചന് നേരെ മിഴികൾ പായിച്ചു. അവിടെ നടക്കുന്നതൊന്നും അറിയാതെ കുഞ്ഞനാച്ചൻ അപ്പോഴും അതേ ഇരിപ്പ് തുടരുകയാണ്. അറിഞ്ഞാലും അയാൾക്ക് പ്രതികരിക്കാനാവില്ലല്ലോ. മാധവൻ മന്ത്രങ്ങളിലൂടെ ബ്രഹ്മരക്ഷസുമായി സമ്പർക്കം പുലർത്തി. അടിയറവ് പറഞ്ഞ് അഭയം തേടിയ രുദ്രനെ മാപ്പ് കൊടുത്തയക്കാം അമ്മാവ. എന്റെ അപേക്ഷയാണിത്. മാധവൻ തൊഴുകൈയോടെ മന്ത്രിച്ചു. ബ്രഹ്മരക്ഷസ് നിശ്ചലം നിന്നു. പിന്നെ തിരിഞ്ഞു. ആ നിഴൽ കുഞ്ഞനാച്ചന്റെ പിന്നിൽ ചെന്ന് നിന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ കുഞ്ഞനാച്ചൻ പൊടുന്നനെ മുന്നോട്ടാടാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നേ കുതിക്കേണ്ടി വന്നുള്ളൂ. അയാളുടെ മൂന്നാമത്തെ ചുവടുവെപ്പ് കിടങ്ങിന്റെ ശൂന്യതയിലേക്കായിരുന്നു. ഒരാർത്തനാദം നേർത്ത് കിടങ്ങിൽ അവസാനിച്ചു. ബ്രഹ്മരക്ഷസിന്റെ രൂപവും ആ നിമിഷം അപ്രത്യക്ഷമായി. കുഞ്ഞനാച്ചന്റെ തലമുറ അവിടെ അവസാനിക്കുകയാണ്. മാധവന്റെ മുന്നിലെ മാന്ത്രികക്കളവും നിലവിളക്കുകളും അപ്രത്യക്ഷമായി. വെന്നിമലയിൽ നിന്ന് ഒരു ചെല്ലക്കാറ്റ് തെങ്ങോല പീലികളിലെത്തി. കാലം എത്ര കഴിഞ്ഞു? വെന്നിമലയുടെ താഴ്വരകളിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ആത്മാവ് ഇന്നും അലയുന്നു. അമാവാസികളിലും കറുത്ത പൗർണമികളിലും തന്റേതു മാത്രമായ പുരയിടത്തിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഇന്നും പ്രതീക്ഷയോടെ കാവലിരിക്കുന്നു. കുഞ്ഞനാച്ചന്റെ രക്തത്തിൽ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കുഞ്ഞനാച്ചന്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ ആ പ്രതികാരം തുടരുകയാണ്. ഇതുവരെയും അത് തുടരുകയായിരുന്നു. ഇനി അടുത്ത തലമുറയിലും അത് ആവർത്തിക്കും. പിന്നെ അതിനടുത്ത തലമുറ. പിന്നെ